20 സംസ്ഥാനങ്ങളിലായി 100-ലധികം റാലികളിലാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി പ്രസംഗിക്കുന്നത്. അതിൽ 3 പ്രസംഗം ഇതിനകം തന്നെ തിരഞ്ഞെടുപ്പ് കമ്മീഷൻ ശ്രദ്ധിച്ചു കഴിഞ്ഞു. പ്രസംഗത്തിന്റെ മേന്മ കൊണ്ടല്ല, പ്രസംഗത്തിൽ തെരഞ്ഞെടുപ്പിന്റെ പെരുമാറ്റച്ചട്ടം ലംഘിച്ചു എന്ന പരാതിയിന്മേൽ. മോദി ലംഘിച്ച ഈ തെരഞ്ഞെടുപ്പ് പെരുമാറ്റച്ചട്ടങ്ങൾ ഏതൊക്കെയാണ് എന്ന് ആദ്യം നോക്കിക്കൊണ്ടാണ് നമ്മൾ എൻകൗണ്ടറിലേക്ക് പ്രവേശിക്കുന്നത്. പക്ഷേ അപ്പോഴും പ്രേക്ഷകർ അറിയണം, ഇത് മോദിയുടെ മാത്രം കഥയല്ല. പെരുമാറ്റച്ചട്ടത്തിന് പിറവി നൽകിയ കേരളത്തിലെ മുന്നണി സ്ഥാനാർത്ഥികളും ഇന്ന് ഒന്നിനു പിന്നാലെ ഒന്നായി പെരുമാറ്റച്ചട്ടം ലംഘിച്ചുകൊണ്ടിരിക്കുകയാണ്. ഏറ്റവും ഒടുവിൽ മോദി വന്ന കടപ്പുറത്തെ റാലിക്കിടെ ഒരു മുന്നണിയുടെ മുഖ്യ പാർട്ടിയുടെ നേതാവ് തന്നെ പറഞ്ഞു, ശബരിമലയെ വെച്ചുകൊണ്ട് വോട്ട് പിടിച്ചാൽ ആരാണ് എതിർക്കാൻ എന്ന് വെല്ലുവിളിക്കുക കൂടി ചെയ്തു. വെല്ലുവിളിച്ചും തോൽപ്പിച്ചും ലംഘിച്ചും പരാജയപ്പെടുത്തേണ്ടതാണോ മാതൃകാ പെരുമാറ്റച്ചട്ടം? ഇത് ചട്ടലംഘനങ്ങളുടെ വോട്ടുകാലമോ? ഈ വിഷയത്തിലേക്ക് നമ്മൾ വരുന്നതിന് മുൻപ് തന്നെ ഈ ഓരോ പ്രധാനപ്പെട്ട പ്രസംഗങ്ങളിലേക്കും നമുക്കൊന്ന് പോയി നോക്കാം. ആദ്യം നരേന്ദ്രമോദിയുടെ ആദ്യ പ്രസംഗം മഹാരാഷ്ട്രയിൽ വാർധയിൽ ഏപ്രിൽ 1-ാം തീയതിയായിരുന്നു. കേൾക്കാം. गांधी और विनोबा जी का स्वच्छता के प्रति जो आग्रह था उसे आप अच्छी तरह जानते हैं. कांग्रेस ने उनकी बातों का कितना अनुसरण किया इसकी सच्चाई भी आप जानते हैं. साथियों, स्थिति ये है कि अब कांग्रेस वर्षों से साफ सफाई के काम में जुटे स्वच्छता के चौकीदारों का आज अपमान कर रही है. സമാധാനം ഇഷ്ടപ്പെടുന്ന ഹിന്ദുക്കളെ ഭീകരവാദികളാക്കിയവരാണ് കോൺഗ്രസുകാരെന്ന് മോദി പറഞ്ഞു. പെരുമാറ്റച്ചട്ട ലംഘനത്തിന്റെ ആദ്യഘട്ടമായിരുന്നു അത്. എന്നാൽ 2-ാം ഘട്ടം ഛത്തീസ്ഗഡിലെ ബലോഡ് ജില്ലയിലായിരുന്നു ഏപ്രിൽ 6-ാം തീയതി. കേൾക്കാം. ഇന്ത്യൻ സൈന്യത്തെ ശക്തിപ്പെടുത്താനാണ് താൻ തിരഞ്ഞെടുപ്പിൽ മത്സരിക്കുന്നതെന്ന് മോദി പ്രസംഗത്തിൽ പറഞ്ഞു. സൈന്യത്തെയോ സൈനികമായിട്ടുള്ള ബന്ധങ്ങളെയോ തിരഞ്ഞെടുപ്പിൽ പ്രചരണമാക്കാൻ പാടില്ല എന്ന തിരഞ്ഞെടുപ്പ് കമ്മീഷൻ നിർദ്ദേശം വന്നതിന് ശേഷം തീർന്നില്ല. ഏപ്രിൽ 10-ാം തീയതി മഹാരാഷ്ട്രയിലെ ലാത്തൂരിൽ മോദി നടത്തിയ പ്രസംഗം കേൾക്കാം. पहला वोट आपका जो आपके जीवन की ऐतिहासिक घड़ी है, क्या आपका पहला वोट पाकिस्तान के बालाकोट में एयर स्ट्राइक करने वाले वीर जवानों के नाम समर्पित हो सकता है क्या? मैं मेरे फर्स्ट टाइम वोटर से कहना चाहता हूं कि आपका पहला वोट पुलवामा में जो वीर शहीद हुए उन वीर शहीदों के नाम आपका वोट समर्पित हो सकता है क्या? मेरे नए वोटर. കന്നി വോട്ടർമാരോടായിരുന്നു നരേന്ദ്രമോദിയുടെ ആഹ്വാനം. പുൽവാമയിൽ മരിച്ച ജവാന്മാർക്കായി വോട്ട് ചെയ്യണമെന്ന്. അതും സൈന്യത്തിന്റെ പേരിലുള്ള വോട്ടുപിടുത്തം, തെരഞ്ഞെടുപ്പ് ചട്ടലംഘനം 3. ഒടുവിൽ കേരളത്തിലും ഉണ്ടായി ചട്ടലംഘനത്തിന്റെ കണക്കുകൾ. കേരളത്തിൽ സുരേഷ് ഗോപി തൃശൂരിലെ NDA സ്ഥാനാർത്ഥി നൽകിയ ഒരു വിശദീകരണവും നമുക്ക് കാണാം. തൃശ്ശിവ പേരൂരുകാരുടെ മുന്നിലേക്ക് വരുമ്പോൾ ഞാൻ മലയാളത്തിന്റെ കേരളത്തിന്റെ ഒരു പരിച്ഛേദത്തിനോടാണ് ശബരിമലയുടെ പശ്ചാത്തലത്തിൽ ഞാൻ ഈ വോട്ടിന് വേണ്ടി അപേക്ഷിച്ചു കൊണ്ടിരിക്കുന്നത്. എന്റെ അയ്യൻ, നമ്മുടെ അയ്യൻ, ആ അയ്യൻ എന്റെ വികാരമാണെങ്കിൽ ഈ കിരാത സർക്കാരിനുള്ള മറുപടി ഈ തെരഞ്ഞെടുപ്പിലൂടെ കേരളത്തിലല്ല ഭാരതത്തിൽ മുഴുവൻ അയ്യന്റെ ഭക്തർ മുഴുവൻ അത് അലയടിപ്പിച്ചിരിക്കും.
ദൈവത്തിന്റെ പേരിൽ, മതത്തിന്റെ പേരിൽ, കാസ്റ്റിന്റെ പേരിൽ, കമ്മ്യൂണിറ്റിയുടെ പേരിൽ വോട്ട് അഭ്യർത്ഥന പാടില്ല എന്ന തെരഞ്ഞെടുപ്പിന്റെ പെരുമാറ്റച്ചട്ടത്തിന്റെ ലംഘനം. ഇനി NK പ്രേമചന്ദ്രൻ UDF സ്ഥാനാർത്ഥി കൊല്ലത്തെ കാണാം. ഇവിടെ കേരളത്തിലാണെങ്കിൽ ഈ കശുവണ്ടി തൊഴിലാളികളുടെ പ്രശ്നം പരിഹരിക്കാനൊന്നുമല്ല സമയം. മുഖ്യമന്ത്രി പിണറായി വിജയനാണെങ്കിൽ ഒറ്റ വാശിയാണ്, എങ്ങനെയെങ്കിലും 10നും 50നും ഇടയ്ക്കുള്ള 10 പെണ്ണുങ്ങളെയെങ്കിലും ശബരിമലയിൽ കയറ്റി ധർമ്മശാസ്താവിനെ കാണിച്ചിട്ട് അല്ലാതെ അയാൾക്ക് ഉറക്കം വരത്തില്ല. ഉറങ്ങിക്കിടന്ന കനകദുർഗയും ബിന്ദു ഈ പോലീസുകാർ വീട്ടിൽ പോയി കുളിപ്പിച്ച് ഒരുക്കി വൃത്തിയാക്കി ആൺവേഷം ധരിപ്പിച്ച് ഒരു ആംബുലൻസിനകത്ത് കിടത്തി ഓക്സിജൻ ഘടിപ്പിച്ച് പമ്പയെ കൊണ്ടുവന്ന് ഊടുവഴിയിലൂടെ ശബരിമലയെ കൊണ്ടുവന്ന് പിൻവാതിലൂടെ സന്നിധാനത്തിൽ കൊണ്ടുവന്ന് 7 പോലീസുകാരുടെ അകമ്പടിയോടുകൂടി കൊണ്ടുവന്ന് തൊഴിപ്പിച്ചു. സുപ്രീം കോടതി വിധിയെ ദുർവ്യാഖ്യാനം ചെയ്യാൻ പാടില്ല. ശബരിമല, അയ്യപ്പൻ, അയ്യൻ, ധർമ്മശാസ്താവ് തുടങ്ങിയ ദൈവത്തിന്റെ പേരെടുത്ത് വോട്ട് ചോദിക്കാൻ പാടില്ല. വീണ്ടും പെരുമാറ്റച്ചട്ട ലംഘനം. രാജ്മോഹൻ ഉണ്ണിത്താൻ, കാസർഗോഡ്. പബ്ലിക് സർവീസ് കമ്മീഷന്റെ ചോദ്യക്കടലാസിലെ ഒരു ചോദ്യം, എന്താ ചോദ്യം? 2018 സുപ്രീം കോടതിയുടെ വിധി വന്നതിന് ശേഷം ശബരിമല സന്നിധാനത്തിൽ അയ്യപ്പന്റെ ആചാരങ്ങളും അനുഷ്ഠാനങ്ങളും ലംഘിച്ച് അവിടെ കയറി 2 സ്ത്രീകളുടെ പേരെഴുതാൻ. എവറസ്റ്റ് കൊടുമുടി ചവിട്ടിയ ആദ്യത്തെ ആളാരാണ്? ചന്ദ്രനിൽ കാലുകുത്തിയ ആദ്യത്തെ ആളാണ്? ചൊവ്വയിൽ കാലുകുത്തിയ മനുഷ്യനാരാണ് എന്നൊക്കെ ചോദിക്കുന്ന പോലെ അയ്യപ്പന്റെ സന്നിധാനത്തിൽ കയറി 2 സ്ത്രീകളുടെ പേരെഴുതാൻ. ശബരിമല കഴിഞ്ഞാൽ കോടിയേരി പറഞ്ഞു 1000-ഓളം സുന്നിപ്പള്ളികളുണ്ട്, അവിടെ സ്ത്രീകളെ കയറ്റും. മതത്തിന്റെ പേരിൽ, സമൂഹങ്ങളെ തമ്മിൽ ഭിന്നിപ്പിക്കുന്നതിന്റെ പേരിൽ വോട്ടു തേടുന്നത് ചട്ടലംഘനമാണെന്നിരിക്കെ ഇവരൊക്കെ എങ്ങനെ യോഗ്യതയുള്ള സ്ഥാനാർത്ഥികളാകും എന്നന്വേഷിക്കുകയാണ് എൻകൗണ്ടർ. ഒരൊറ്റ ചോദ്യവുമായി എത്തുന്നു. ചോദ്യം ഇതാണ്: ചട്ടലംഘനങ്ങളുടെ തെരഞ്ഞെടുപ്പ് കാലമോ ഇത്? ചർച്ചയിൽ നമുക്കൊപ്പം പങ്കെടുക്കുന്ന അതിഥികൾ: തിരുവനന്തപുരത്ത് നിന്നും ആനത്തലവട്ടം ആനന്ദൻ, CPIM പ്രതിനിധി പങ്കെടുക്കുന്നു. BJPയിൽ നിന്നും VV രാജേഷ്, ഒപ്പം കോൺഗ്രസിനെ പ്രതിനിധീകരിച്ച് ഡോക്ടർ GV ഹരിയും ചർച്ചയിൽ പങ്കെടുക്കുന്നു. ഞാൻ തുടക്കം ശ്രീ VV രാജേഷിലേക്ക് പോകട്ടെ. VV രാജേഷ്, അല്പം മുമ്പ് സമാപിച്ച കോഴിക്കോട്ടെ കടപ്പുറത്തെ വലിയ ജനാവലിയെ സാക്ഷി നിർത്തി പ്രധാനമന്ത്രി സംസാരിച്ചതിന് തൊട്ടു മുമ്പ് BJP പാർട്ടി അധ്യക്ഷൻ ചോദിച്ച ചോദ്യം ഇതാണ്: ശബരിമല പറഞ്ഞ് വോട്ട് പിടിച്ചാൽ ആരാണ് തടയുക? ശബരിമല എന്നുള്ളത് ഒരു വിശ്വാസ പ്രമാണവുമായി ബന്ധപ്പെട്ട സ്ഥലമാണ്, ഒരു മതാരാധനയുമായോ അല്ലെങ്കിൽ ഭക്തസമൂഹവുമായി ബന്ധപ്പെട്ട പ്രദേശമാണ്. അങ്ങനെ ഒരു വെല്ലുവിളി നടത്തിയത് അപക്വമായോ? അരുണ്, ശബരിമല ഒരു വിശ്വാസത്തിൻ്റെ പ്രശ്നമാണ്, ഒരു സംസ്കാരത്തിൻ്റെ പ്രശ്നമാണ്, ഒരു ജനതയുടെ ശ്വാസനിശ്വാസങ്ങൾ പോലും ഉള്ളൊരു വിഷയമാണ് ശബരിമല എന്നുള്ളത്. ആ ശബരിമല വിഷയത്തെ മാറ്റി നിർത്തിക്കൊണ്ട് ഈ തെരഞ്ഞെടുപ്പിൽ മുന്നോട്ട് പോകാൻ സാധിക്കില്ല. എല്ലാ തെരഞ്ഞെടുപ്പുകളിലുമൊക്കെ തന്നെ ഇത്തരത്തിലുള്ള വിശ്വാസ പ്രമാണങ്ങൾ ചർച്ച ചെയ്തിട്ടുണ്ട്. ഈ തെരഞ്ഞെടുപ്പിലൊരു പ്രത്യേകത, ശബരിമല എന്നുള്ളത് ഒരു വിശ്വാസത്തിൻ്റെയും സംസ്കാരത്തിൻ്റെയും പ്രശ്നം എന്നുള്ളതിലപ്പുറം ഒരു ഗവൺമെൻറ്, ഒരു ഭരണ സംവിധാനം, ഒരു ജനതയുടെ നേരെ അവരുടെ വിശ്വാസ പ്രമാണങ്ങൾക്ക് നേരെയുള്ള കടന്നുകയറ്റവും അതിക്രമവും കൂടിയാണ് ശബരിമലയിൽ സംഭവിച്ചത്. അതുകൊണ്ട് തന്നെ ഈ വിഷയം ഇവിടെ ചർച്ചയാവും. ജനമനസ്സുകൾ ചർച്ചയാവും, വീടുകൾ ചർച്ചയാവും, രാഷ്ട്രീയ പാർട്ടികളുടെ പൊതുയോഗങ്ങൾ ചർച്ചയാകും. അങ്ങനെ ചർച്ചയായിക്കൊണ്ട് ഈ തെരഞ്ഞെടുപ്പ് മുന്നോട്ട് പോകുന്നതിൽ എന്താ തെറ്റ്? ശരി, എന്നാൽ ശബരിമല വിശദാംശങ്ങളിലേക്ക് വരാം. അങ്ങനെയാണെങ്കിൽ അതേ മാനദണ്ഡം പ്രേമചന്ദ്രനും ബാധകമാണ്, രാജ്മോഹൻ ഉണ്ണിത്താനും ബാധകമാണെന്ന് പറയേണ്ടി വരും. ഇരുവരും പെരുമാറ്റച്ചട്ടം ലംഘിച്ചില്ല എന്നാണോ VV രാജേഷ് പറയുന്നത്? അല്ല, ഞാൻ ഈ പെരുമാറ്റച്ചട്ടം ആരൊക്കെ ലംഘിച്ചു അല്ലെങ്കിൽ ആരൊക്കെ ലംഘിച്ചല്ല എന്ന് പറയാൻ തെരഞ്ഞെടുപ്പ് കമ്മീഷനോ അതിൻ്റെ ന്യായാധിപനോ ഒന്നുമല്ല. ഇനി ഏതെങ്കിലും ഒരു, അതിപ്പോൾ നിങ്ങൾ പറഞ്ഞ 2 പേരുകാരാകാം, സുരേഷ് ഗോപി ആകാം, വേറെ ആരെങ്കിലും ആകാം, ആരെങ്കിലും തെരഞ്ഞെടുപ്പിൻ്റെ പെരുമാറ്റച്ചട്ടം ലംഘിച്ചിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ അത് പരിശോധിക്കട്ടെ. അതിനുശേഷമുള്ള പ്രൊസീജിയർ ഉണ്ടല്ലോ, അതൊക്കെ ആയിട്ട് മുമ്പോട്ട് പോകട്ടെ. ഞാനപ്പോൾ ആരൊക്കെ ലംഘിച്ചില്ല എന്നുള്ളത് ഞാൻ പരിശോധിക്കേണ്ട ആളുമല്ല, ഞാനത് പരിശോധിച്ചിട്ടുമില്ല. തെരഞ്ഞെടുപ്പ് പെരുമാറ്റച്ചട്ടം ആരും, BJP ആയാലും മറ്റുള്ള പാർട്ടികളായാലും ലംഘിക്കാൻ പാടില്ല എന്നുള്ളത് ഒരു അടിസ്ഥാന തത്വം തന്നെയാണ്. പക്ഷേ ഇതിനൊക്കെ മുൻപ് മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ എന്താ പറഞ്ഞത്?
ആരും ശബരിമല എന്നൊക്കെ പറയുന്നതിന് മുമ്പ് തെരഞ്ഞെടുപ്പ് പൊതുയോഗങ്ങൾ ആരംഭിക്കുന്നതിന് മുമ്പ് തന്നെ അദ്ദേഹം ഒരു മുൻവിധിയോടെ പറഞ്ഞല്ലോ, ശബരിമല എന്നുള്ളത് ഈ തെരഞ്ഞെടുപ്പിൽ ചർച്ച ചെയ്യാൻ പാടില്ല. അദ്ദേഹം ആരാ? ടിക്കാറാം മീണ നേരിട്ട് പറഞ്ഞതല്ല, മാധ്യമപ്രവർത്തകർ ചോദിച്ച ചോദ്യത്തിന് മറുപടിയായിട്ടാണ് ടിക്കാറാം മീണ പറഞ്ഞത്. ശബരിമല ആ അർത്ഥത്തിൽ തെരഞ്ഞെടുപ്പ് ക്യാമ്പയിൻ ഉപയോഗിക്കുന്നത് മാതൃകാ പെരുമാറ്റച്ചട്ടത്തിന്റെ ലംഘനമാകും. അത് മാതൃകാ പെരുമാറ്റച്ചട്ടത്തിന്റെ മാത്രമല്ല, അത് റെപ്രസെന്റേഷൻ ഓഫ് പീപ്പിൾസ് ആക്ട് 1950 123 സബ്സെക്ഷൻ 3 പ്രകാരം അത് കഴിയില്ല. An appeal for votes on the basis of caste or community or any religious places of worship is not possible. അതാണ് 123(3). അതാണ് ടിക്കാറാം മീണ പറഞ്ഞത്. ഞാൻ അങ്ങയിലേക്ക് തിരിച്ചു വരാം, അതിന് അദ്ദേഹത്തിന് അങ്ങേക്ക് മറുപടി ഉണ്ടാവും. ഞാൻ തിരിച്ചു വരാം. ശ്രീ അരുൺ ഒരു ചോദ്യം ചോദിച്ചിട്ട് പറഞ്ഞോളൂ രാജേഷ്. ചോദ്യം എന്നോട് കുറെ ചോദ്യങ്ങളും ചോദിച്ചിട്ട് ഞാൻ മറ്റൊരാളിലേക്ക് പോകുന്നു പറയുന്നത് ശരിയല്ല. ഞാൻ പറഞ്ഞോളൂ. ഇപ്പൊ അരുൺ ചോദിച്ചത് അതെ അദ്ദേഹം മാധ്യമപ്രവർത്തകരുടെ ചോദ്യങ്ങൾക്കുള്ള ഉത്തരമായിട്ടാണ് അത് പറഞ്ഞത്. ശരി തന്നെയാണ്, എല്ലാവരും അങ്ങനെ തന്നെയാണ്. മാധ്യമപ്രവർത്തകർ ഓരോ കാര്യങ്ങൾ ചോദിക്കുമ്പോഴേക്കും ഉത്തരം പറയും. ആ ഉത്തരം പറയുമ്പോൾ മറ്റുള്ള മതങ്ങളുടെ വികാരത്തെ വ്രണപ്പെടുത്താൻ പാടില്ല, മതം ദുരുപയോഗം ചെയ്യാൻ പാടില്ല. വസ്തുത തന്നെയാണ്, ഞാനും അംഗീകരിക്കുന്നു. ശബരിമല വിഷയം ഇവിടെ പറയുമ്പോൾ, ശബരിമല എന്ന് പറയുമ്പോഴേക്കും ആരുടെ വികാരമാണ് വ്രണപ്പെടുന്നത്, എന്താണ് ദുരുപയോഗം ചെയ്യുന്നത്? ഇവിടെ ശബരിമല എന്ന് പറയുമ്പോഴേക്കും വ്രണപ്പെടുന്നത് ശ്രീ പിണറായി വിജയൻ്റെയും അതുപോലുള്ള മന്ത്രിസഭയിലെയും LDFിൻ്റെയും വികാരമാണ് വ്രണപ്പെടുന്നത്. അതിവിടെ ഒരു പ്രശ്നമല്ല. അതുകൊണ്ട് തന്നെ പിന്നെ ശബരിമല എന്നുള്ളത് ആരാണ് ദുരുപയോഗം ചെയ്യുന്നത്? ആർക്കും ദുരുപയോഗം ചെയ്യാൻ സാധിക്കുകയില്ല. ആ പേരെ മിണ്ടാൻ പാടില്ല എന്ന് പറയുമ്പോൾ ഗവൺമെൻറ് കഴിഞ്ഞ 1 വർഷമായി ഇവിടെ നടക്കുന്ന അതിക്രമങ്ങളെക്കുറിച്ച് മിണ്ടാൻ പാടില്ല എന്നാണ് ടിക്കാറാം മീണ പറയുന്നത്. അയ്യപ്പനെന്നും പറയുന്നതും ആ അർത്ഥത്തിൽ മാത്രമേ എടുക്കേണ്ടൂ എന്നാണോ? അയ്യനെന്ന് പറയും, അയ്യപ്പൻ എന്ന് പറയും, ആൾക്കാർ ശരണം വിളിക്കും. ഇപ്പോൾ സുരേഷ് ഗോപി വേദിയിൽ പ്രസംഗിച്ചപ്പോൾ പശ്ചാത്തലത്തിൽ ശരണം വിളി കേട്ടു എന്നാണ് പറയുന്നത്. അതിലെന്താ തെറ്റ്? ശരണം വിളിക്കും, ജനങ്ങൾക്ക് ശരണം വിളിക്കാനുള്ള സ്വാതന്ത്ര്യമില്ലേ? ഇപ്പോൾ ടിക്കാറാം മീണ തെരഞ്ഞെടുപ്പ് കമ്മീഷണറായിരിക്കുന്നു എന്ന് പറഞ്ഞിട്ട് നാട്ടിലുള്ള ജനങ്ങൾക്ക് ശരണം വിളിക്കാതിരിക്കാൻ സാധിക്കുമോ? ജനങ്ങൾ ബോർഡ് വയ്ക്കും. 2 പ്രശ്നങ്ങൾ. ഒന്ന്, ചർച്ചയിലേക്ക് വരണം, സമയമുണ്ട്, അങ്ങേക്ക് കൃത്യമായ സമയം കിട്ടുകയും ചെയ്യും. ഞാൻ മറ്റതിഥികളിൽ കൂടെ പോകുന്നു. ശ്രീ GV ഹരി, ഈ BJPയുടെ നേതാക്കളും സംസ്ഥാന അധ്യക്ഷനും ശബരിമലയുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ ഇത്തരമൊരു പരാമർശം നടത്തിയത് മനസ്സിലാക്കുന്നു, അത് പെരുമാറ്റച്ചട്ട ലംഘനമാണെങ്കിൽ കൂടി. പക്ഷെ പ്രേമചന്ദ്രൻ ഇന്ന് എന്താണ് പറഞ്ഞത്? രാജ്മോഹൻ ഉണ്ണിത്താൻ ഏതറ്റം വരെയാണ് പോകുന്നത്? കമ്മ്യൂണലായിട്ടുള്ള സെന്റിമെന്റ്സ് വർക്കൗട്ട് ചെയ്യുന്ന രീതിയിലുള്ള പ്രസംഗങ്ങൾ നടത്തി. ഇപ്പോൾ കളക്ടർ തന്നെ റിപ്പോർട്ട് കൊടുത്തിരിക്കുകയാണ്, രാജ്മോഹൻ ഉണ്ണിത്താൻ പ്രഥമ ദൃഷ്ട്യാ ചട്ടലംഘനം നടത്തിയിട്ടുണ്ട് എന്ന്. ഇതെന്നു മുതലാണ് UDF മുന്നണിയും ഇപ്രകാരം മതത്തിന്റെ അടിസ്ഥാനത്തിൽ പരസ്യമായി ചട്ടലംഘനം നടത്തി തുടങ്ങിയത്? അരുൺ, കോൺഗ്രസ് അധികാരത്തിലിരിക്കുമ്പോൾ, കോൺഗ്രസ് മാത്രമല്ല ഏത് പാർട്ടി അധികാരത്തിലിരിക്കുമ്പോഴും സ്വാഭാവികമായി തെരഞ്ഞെടുപ്പിലേക്ക് വരുമ്പോൾ രാജ്യത്തിൽ ഒരു നീതിപൂർവവും സമാധാനപരവുമായിട്ടുള്ള ഒരു തെരഞ്ഞെടുപ്പ് നടക്കണം എന്നാണ് ജനങ്ങൾ ആഗ്രഹിക്കുക. അപ്പോൾ സ്വാഭാവികമായിട്ടും കഴിഞ്ഞ കാലങ്ങളിലെ തെരഞ്ഞെടുപ്പ് താങ്കൾ പരിശോധിച്ച് നോക്കുമ്പോൾ ഇത്തരത്തിൽ നഗ്നമായിട്ടുള്ള ഒരു തെരഞ്ഞെടുപ്പ് പെരുമാറ്റച്ചട്ട ലംഘനം അല്ലെങ്കിൽ മാതൃകാ പെരുമാറ്റച്ചട്ട ലംഘനം കേരളത്തിൽ അധികം ഉണ്ടായിട്ടില്ലെന്നാണ് എൻ്റെ ഒരു ഓർമ്മ. അതുകൊണ്ട് സ്വാഭാവികമായിട്ടും പ്രത്യേകിച്ച് നമുക്കറിയാം, നമ്മുടെ രാജ്യത്തിൻ്റെ ഭരണഘടന തന്നെ നേരത്തെ അരുൺ ഇവിടെ സൂചിപ്പിച്ചതുപോലെ മതത്തിൻ്റെ ചിഹ്നങ്ങളോ മതത്തെയോ കൂട്ടിക്കലർത്താൻ പാടില്ല രാഷ്ട്രീയവുമായി. ഞങ്ങൾക്കൊക്കെ ഒരുപാട് രാഷ്ട്രീയ കാര്യങ്ങൾ ചർച്ച ചെയ്യാറുണ്ട്, പറയാറുണ്ട്. ഇപ്പോൾ BJP സംബന്ധിച്ചിടത്തോളം BJP അവരുടെ മറ്റ് രാഷ്ട്രീയ വിഷയങ്ങളിലൊന്നും ചർച്ചയാക്കുന്നില്ല. ഇപ്പോൾ സ്വാഭാവികമായിട്ടും രാജ്യം ഭരിക്കുന്നത് BJP ആണ്. രാജ്യം ഭരിക്കുന്ന BJP ആദ്യം മാതൃക കാണിക്കണം മറ്റു രാഷ്ട്രീയ പാർട്ടികളെ സംബന്ധിച്ചിടത്തോളം. അതിന് ആദ്യം പ്രധാനമന്ത്രി തന്നെ ആ ചട്ടലംഘനം കാണിച്ചു കൊടുത്തപ്പോൾ അതിനെ തടയാൻ ഉള്ള ഭരണഘടനാ സ്ഥാപനമായിട്ടുള്ള ഇലക്ഷൻ കമ്മീഷൻ അത് ചെയ്യുന്നില്ല എന്നൊരു തോന്നൽ മറ്റ് രാഷ്ട്രീയ പാർട്ടികൾക്ക് സ്വാഭാവികമായി വരും. അത് ഉണ്ടായിട്ടുണ്ട്. താങ്കൾക്ക് തന്നെ അറിയാം, നമോ TV പോലുള്ള TV തുടങ്ങുക, ആരുടെയും അനുവാദമില്ലാതെ നമോ TV പോലുള്ള TV ആരംഭിക്കുക. അതോടൊപ്പം തന്നെ താങ്കൾ തന്നെ സൂചിപ്പിച്ചതുപോലെ സൈന്യത്തിന്റെ പേര് നഗ്നമായി ഉപയോഗിക്കുക. പ്രത്യേകിച്ച് ഫസ്റ്റ് ടൈം വോട്ടേഴ്സിനോട് ആദ്യത്തെ തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ ഒരു അപ്രമാദിത്വത്തെ നമുക്ക് ഈ ഘട്ടത്തിൽ ചോദ്യം ചെയ്യാൻ കഴിയില്ല. അത് GV ഹരിയെ പോലെയുള്ള ഉത്തരവാദിത്തപ്പെട്ട രാഷ്ട്രീയ പാർട്ടികളും ചെയ്യാൻ പാടില്ല. ഇതൊരു ഇലക്ഷൻ ഫേസ് ആണ്. ഇവിടെ ഒരൊറ്റ തീരുമാനിക്കുന്ന അത് ഇലക്ഷൻ കമ്മീഷനാണ്. ഇലക്ഷൻ കമ്മീഷൻ പ്രൈം മിനിസ്റ്റർ നരേന്ദ്രമോദി എന്ന സിനിമയുടെ റിലീസ് തടഞ്ഞു. നമോ TVയുമായി ബന്ധപ്പെട്ട വിശദീകരണം ആരാഞ്ഞിട്ടുണ്ട്. ഇപ്പോൾ തന്നെ റിപ്പോർട്ട് സമർപ്പിക്കണമെന്ന് പറഞ്ഞു, അതിന്റെ കണ്ടന്റ് പരിശോധിക്കണമെന്ന് പറഞ്ഞു. 3 പ്രസംഗങ്ങളിലും ലത്തൂരിലെ ആവട്ടെ, ബാദലിലെ ആവട്ടെ, നേരത്തെ ഉണ്ടായിരുന്ന മഹാരാഷ്ട്രയിൽ ഉണ്ടായിരുന്ന പ്രസംഗമാകട്ടെ, വാർത്തയിൽ ഉണ്ടായിരുന്ന പ്രസംഗമാവട്ടെ, ഇവിടെ എല്ലാം തന്നെ മോഡിക്കടക്കം നോട്ടീസ് സർവ് ചെയ്ത് കഴിഞ്ഞു.
അപ്പോൾ ഇത് കണ്ടിട്ടാണ് പ്രേമചന്ദ്രൻ ധർമ്മശാസ്താവിനെ കുറിച്ചും അപ്പുറത്ത് സുന്നിപ്പള്ളിയെക്കുറിച്ചും ശബരിമലയെക്കുറിച്ചും രാജ്മോഹൻ ഉണ്ണിത്താനും പറയുന്നതെന്ന് പറഞ്ഞാൽ എങ്ങനെ അക്സെപ്റ്റ് ചെയ്യാൻ പറ്റും ശ്രീ ഹരി? നോക്കൂ അരുൺ പറഞ്ഞതിനോട് ഞാൻ അവരുടെ അപ്രമാദത്തെ ഒരിക്കലും ചോദ്യം ചെയ്തതല്ല. അപ്രമാദത്തെ ചോദ്യം ചെയ്യാനും കഴിയില്ല. കാരണം നേരത്തെ ടിക്കാറാം മീണ സൂചിപ്പിച്ചതുപോലെ ദേ ആർ ദ ബോസ്. സ്വാഭാവികമായിട്ടും ഈ ഒരു ഇലക്ഷനിലേക്ക് വരുമ്പോൾ സ്വാഭാവികമായിട്ട് നടത്തിപ്പ് ചുമതലയുള്ള ആളുകൾ പറയുന്നത് മറ്റ് രാഷ്ട്രീയ പാർട്ടികൾ എല്ലാവരും കേട്ടെങ്കിൽ മാത്രമേ സമാധാനപരമായിട്ടുള്ള ഒരു തെരഞ്ഞെടുപ്പ് നടത്താനായിട്ട് സാധിക്കുകയുള്ളൂ. പക്ഷേ ഈ നോട്ടീസ് സെർവ് ചെയ്തുകൊണ്ട് മാത്രമായില്ലല്ലോ. ഇപ്പോൾ നമുക്കറിയാം, കേരളത്തിൽ ഒരു സാഹിത്യകാരി നമ്മുടെ ആലത്തൂരിൽ മത്സരിക്കുന്ന നമ്മുടെ സ്ഥാനാർത്ഥിക്കെതിരെ പരസ്യമായി അവരെ വ്യക്തിപരമായി അധിക്ഷേപിച്ചുകൊണ്ട് ഒരു നടപടി ഒരു കാര്യം ഒരു ഫേസ്ബുക്ക് പോസ്റ്റ് ഇട്ടു. ആ ഫേസ്ബുക്ക് പോസ്റ്റിനെതിരെ ഒരു MLA പരാതി കൊടുത്തു. എന്തായി അത് പരിശോധിച്ച് അതിനെതിരെ നടപടി ഉണ്ടായില്ല. നോട്ടീസ് സെർവ് ചെയ്തുകൊണ്ട് മാത്രം കാര്യമായില്ല. അപ്പോൾ അങ്ങനെ വന്നപ്പോഴാണ് സ്വാഭാവികമായി മറ്റ് രാഷ്ട്രീയ പാർട്ടിക്കാർ കൃത്യമായി ശബരിമലയെ ഉപയോഗപ്പെടുത്തുന്നു. ശബരിമല വിജയരാഘവൻ അന്ന് രമ്യ ഹരിദാസിനെ കുറിച്ച് പറഞ്ഞതും വ്യക്തിപരമായ പരാമർശമാണ്. അതും പെരുമാറ്റച്ചട്ടത്തിന്റെ പരിധിയിൽപ്പെടുന്ന കാര്യമാണ്. മത്സരിക്കുന്ന കാൻഡിഡേറ്റിനെ വ്യക്തിപരമായി അവഹേളിക്കുന്നത് പെരുമാറ്റച്ചട്ടത്തിന്റെ ലംഘനം കൂടിയാണ്. എല്ലാ മുന്നണികളും ഒന്നല്ലെങ്കിൽ മറ്റൊരു വിഷയത്തിൽ, മറ്റു രണ്ട് മുന്നണികൾക്കും ഒരു പൊതുവിഷയമുണ്ട്. CPM-നാണെങ്കിൽ വ്യക്തിപരമായ ഹത്യ. അതാണോ മനസ്സിലാക്കേണ്ടത്? പെരുമാറ്റച്ചട്ടം എല്ലാവർക്കും ബാധകമാണ്. അത് CPM ആയാലും കോൺഗ്രസ് ആയാലും BJP ആയാലും. അത് വലിയേട്ടനൊന്നുമില്ല. വിശേഷിച്ച് രാജ്യം ഭരിക്കുന്ന കക്ഷിക്ക് നിയമവ്യവസ്ഥ നടപ്പാക്കാൻ ബാധ്യതയുണ്ട്. പെരുമാറ്റച്ചട്ടം നടപ്പാക്കാൻ അവർ പരസ്യമായി വെല്ലുവിളിക്കുകയാണ്. അതാണ് ഞങ്ങൾ അംഗീകരിക്കില്ല. നിയമവാഴ്ച ഞങ്ങൾ അംഗീകരിക്കുന്നില്ല. നിയമം ഞങ്ങൾ അംഗീകരിക്കുന്നില്ല. ഞങ്ങളുടെ വിശ്വാസമാണ് നിയമമായി വരേണ്ടത്. സുപ്രീം കോടതിയുടെ ജഡ്ജിമാരോട് സുപ്രീം കോടതിയോട് പറഞ്ഞല്ലോ രാജേഷിൻ്റെ പാർട്ടിയുടെ നേതാവായ അമിത്ഷാ, നിങ്ങളെന്താണ് ഈ ബാബർ മസ്ജിദ് കെട്ടുന്ന കേസ് ഇങ്ങനെ വലിച്ചു കെട്ടിക്കൊണ്ട് പോകുന്നത്? സുപ്രീം കോടതിയോട് ആജ്ഞാപിക്കല്ലേ, തെരഞ്ഞെടുപ്പിന് മുമ്പ് വിധി പറഞ്ഞോളണം. ആ വിധി പറയുന്ന നിയമപുസ്തകം നോക്കിയിട്ടല്ല, ഭരണഘടന നോക്കിയിട്ടല്ല, ഞങ്ങളുടെ വിശ്വാസം നോക്കിയിട്ട് വിധി പറഞ്ഞോളണം. ഇങ്ങനെ ഒരു രാജ്യത്തല്ലേ നമ്മൾ ജീവിക്കുന്നത്? രാജ്യം ഭരിക്കുന്ന ഒരു പാർട്ടിയുടെ അഖിലേന്ത്യാ അധ്യക്ഷൻ പറഞ്ഞത് കേരളത്തിൻ്റെ മണ്ണിൽ വന്നു നിന്നിട്ടാണല്ലോ പറഞ്ഞത്. അതേപോലെ നിയമവ്യവസ്ഥ അംഗീകരിക്കണം എന്ന് ഭരണഘടന അരുൺ ചൂണ്ടിക്കാണിച്ച ഇലക്ഷൻ ചട്ടങ്ങളിൽ ആ ചട്ടങ്ങൾ നടപ്പാക്കണമെന്ന് ഇലക്ഷൻ കമ്മീഷൻ പറഞ്ഞാൽ അദ്ദേഹത്തിനെ ആക്ഷേപിക്കുക, അത് അദ്ദേഹം ഒരു പക്ഷം ചേരുകയാണെന്ന് പറയുക. എൻ്റെ അഭിപ്രായത്തിൽ ഹരി പറഞ്ഞതിനോടാണ് യോജിപ്പ്. ഇതിനൊന്ന് നോട്ടീസ് സെർവ് ചെയ്താൽ പോരാ, നടപടി സ്വീകരിക്കണം. അത് CPM നിയമം ലംഘിച്ചാലും ശരി, BJP ലംഘിച്ചാലും ശരി, കോൺഗ്രസ് ലംഘിച്ചാലും ശരി, വ്യക്തിപരമായ ആക്ഷേപമായാലും ശരി, അല്ലാത്തതായാലും ശരി, അപ്പോൾ തന്നെ അതിനുള്ള നിയമപരമായ നടപടികൾ സ്വീകരിക്കണം. ഇതിപ്പോൾ ഇലക്ഷൻ കമ്മീഷൻ ഇതെല്ലാം ചാർജ് ചെയ്തിട്ട് കേസ് തെരഞ്ഞെടുപ്പ് കഴിഞ്ഞിട്ട് സ്വീകരിക്കാമെന്ന് വെച്ചിരിക്കുകയായിരിക്കും. തെരഞ്ഞെടുപ്പ് അതിന് ശേഷം അസാധുവാക്കാം, അയോഗ്യത കൽപ്പിക്കാം. പക്ഷേ അതുവരെ ഇതിങ്ങനെ ചർവണം നടത്തിക്കൊണ്ടിരിക്കുമല്ലോ. രാജ്യത്തെ നിയമവ്യവസ്ഥ അംഗീകരിക്കാത്ത ഒരു രാജ്യത്തിന് നിലനിൽപ്പുണ്ടാകുമോ? ജനങ്ങൾക്കും ഗവൺമെൻറ്റുകൾക്കും പാർട്ടികൾക്കും എല്ലാം ബാധകമല്ലേ? ഇവിടെ നിയമവ്യവസ്ഥയെ വേണ്ട എന്നുള്ള നിലപാട് ശബരിമല പ്രചരണ വിഷയമാക്കിയാൽ ആര് തടയുമെന്നാണ് അല്പം മുമ്പ് ചോദിച്ചിരിക്കുന്നത്. UDF-ലെ പ്രേമചന്ദ്രനും രാജ്മോഹൻ ഉണ്ണിത്താനും അത് BJP-യേക്കാൾ മുമ്പേ തന്നെ എക്സിക്യൂട്ട് ചെയ്ത് കഴിഞ്ഞു. അല്ല, ഈ അരുൺ, ഈ ശബരിമല പ്രചരണ വിഷയമാക്കുന്ന വേറൊന്നും പ്രചരണ വിഷയമാക്കാനില്ലാഞ്ഞിട്ടാണ്. ശബരിമലയിലേക്കുള്ള തെരഞ്ഞെടുപ്പല്ല ഇവിടെ നടക്കുന്നത്, ഇന്ത്യയുടെ പാർലമെൻറ്റിലേക്കുള്ള തെരഞ്ഞെടുപ്പാണ്. വരുന്ന 5 വർഷക്കാലം ഇന്ത്യ ആര് ഭരിക്കണം? ഈ ഭരിച്ചവർ തന്നെ ഭരിച്ച ഭരണം തുടരണമോ അതോ ഇത് അവസാനിപ്പിക്കണമോ? രാജ്യത്തിൻ്റെ നിയമവാഴ്ചയും ഭരണഘടനയും ഒക്കെ നിലനിർത്തണമോ അതേ വേണ്ടാന്ന് തീരുമാനിക്കണമോ? തെരഞ്ഞെടുപ്പ് ചെയ്തതോടുകൂടി ഇല്ലാതാക്കണമോ? ഒരു ഏകാധിപത്യ വാഴ്ചയിലേക്ക് രാജ്യത്തെ കൊണ്ടുപോകണമോ എന്ന് തീരുമാനിക്കുന്ന നിർണായകമായ തെരഞ്ഞെടുപ്പിൽ 5 വർഷക്കാലം BJP-യുടെ ഭരണത്തിൻ്റെ ബാലൻസ് ഷീറ്റ് അവതരിപ്പിച്ചുകൊണ്ട് രാജേഷും അതുപോലെ BJP-യും ഒക്കെ പ്രസംഗിക്കാൻ, വോട്ട് ചോദിക്കാൻ, അതിന് പകരം ശബരിമല 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 എന്ന് പറഞ്ഞിട്ടിരുന്നാൽ, ഏത് ചോദിച്ചാലും അതും പറഞ്ഞിട്ടിരുന്നാൽ ജനങ്ങൾ ഭാവി ഇന്ത്യയെക്കുറിച്ച് ജനങ്ങൾ ഉത്കണ്ഠ കൂട്ടരാണ്. നരേന്ദ്രമോദി 186 സൈനിക ഉദ്യോഗസ്ഥർ ഒപ്പിട്ട ഒരു കത്ത് രാഷ്ട്രപതി ഭവനിലേക്ക് പോയിട്ടുണ്ട്. കിട്ടിയിട്ടില്ലെന്ന് രാഷ്ട്രപതി ഭവൻ പറയുന്നു. പക്ഷേ നാളെ അവർ അംഗീകരിക്കാനാണ് സാധ്യത. 8 സൈനിക മേധാവികൾ, ഒരു മേധാവി താൻ ഒപ്പിട്ടിട്ടില്ല, പക്ഷേ അഭിപ്രായം തനിക്ക് അത് തന്നെയാണ് എന്ന് അറിയിക്കുകയും ചെയ്തിട്ടുണ്ട്. സൈന്യത്തെ ഈ തെരഞ്ഞെടുപ്പിലേക്ക് വലിച്ചിഴക്കുന്നത് എന്തിനാണ്? അതൊരു മാതൃകാ പെരുമാറ്റച്ചട്ടത്തിന് ലംഘനമാണ്. അത് ചെയ്തത് രാജ്യത്തിൻ്റെ പ്രധാനമന്ത്രിയാണ്. അരുണ്, ഇവിടെ ശബരിമല 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 എന്ന് പറഞ്ഞുകൊണ്ടൊന്നും ആരും തെരഞ്ഞെടുപ്പിനെ നേരിടുന്നില്ല. ആനത്തലോട്ട് എന്താണ് ഈ വ്യാഖ്യാനം കൊടുക്കുന്നത് എനിക്കറിയില്ല. ഈ തെരഞ്ഞെടുപ്പിൽ ഞാൻ ആദ്യമേ പറയാമല്ലോ, പാർലമെൻറ്റിലേക്കുള്ള തെരഞ്ഞെടുപ്പാണ്.
BJP നേരിടുന്നത് കഴിഞ്ഞ 5 വർഷത്തുള്ള സർക്കാരിൻ്റെ പ്രവർത്തനങ്ങളാണ്. അടുത്ത കാലഘട്ടങ്ങളെക്കുറിച്ചുള്ള ഈ ഗവൺമെൻറ്റിൻ്റെയും പാർട്ടിയുടെയും സ്വപ്നങ്ങളാണ്. കോൺഗ്രസിൻ്റെ തകർച്ചയെക്കുറിച്ചാണ്, കോൺഗ്രസിൻ്റെ പ്രധാനമന്ത്രി സ്ഥാനാർത്ഥിയുടെ ഒളിച്ചോട്ടത്തെക്കുറിച്ചാണ്, ഒരു 10-15 പേർ പ്രധാനമന്ത്രി സ്ഥാനാർത്ഥികളായി നിൽക്കുന്ന ഒരു മൂവ്മെൻറ്റിനെ കുറിച്ചാണ്. ആ മൂവ്മെൻറ്റ് വന്നു കഴിഞ്ഞാൽ നമ്മുടെ രാജ്യം തകരാൻ പോകുന്ന അവസ്ഥയെക്കുറിച്ചാണ് ഞങ്ങൾ ദേശീയ തലത്തിൽ മുന്നോട്ട് വയ്ക്കുന്ന തെരഞ്ഞെടുപ്പ് രാഷ്ട്രീയം. അതോടൊപ്പം തന്നെ ഓരോ പ്രദേശത്തും ഓരോ സംസ്ഥാനങ്ങളിലും ഓരോ മേഖലകളിലും അതാത് സ്ഥലത്തെ വിഷയങ്ങൾ ചർച്ചയാകും. ഇന്നിപ്പോൾ ഞാൻ പോയിട്ട് വന്നൊരു കുടുംബയോഗത്തിൽ ചർച്ച ചെയ്തത് ആ പ്രദേശത്തെ കുടിവെള്ള പ്രശ്നമാണ്. അതും ഈ പാർലമെൻറ്റ് തെരഞ്ഞെടുപ്പിൽ ചർച്ചയാകും. അപ്പോൾ കേരളം എന്ന സംസ്ഥാനത്തെ സംബന്ധിച്ചിടത്തോളം മലയാളികളുടെ ഒരു വികാരമാണ് ശബരിമല. അപ്പോൾ ദേശീയ പ്രശ്നങ്ങളോടൊപ്പം തന്നെ കേരളത്തിലുള്ള ജനങ്ങൾ ചർച്ച ചെയ്യുമ്പോൾ ശബരിമലയും ചർച്ചയാവും. ഒരു ആനത്തലവട്ടമോ രാജേഷോ ആര് വിചാരിച്ചു കഴിഞ്ഞാലും ആ ചർച്ച തടയേണ്ട ആവശ്യവുമില്ല, തടയാനൊട്ട് സാധിക്കുകയുമില്ല. ആനത്തലവട്ടമോ പറഞ്ഞു ഇന്ത്യയുടെ ഭാവിയെക്കുറിച്ച്, ബഹുമാനപ്പെട്ട നേതാവേ, ഇന്ത്യയുടെ ഭാവിയെക്കുറിച്ച് കൃത്യമായിട്ട് ചർച്ച ചെയ്യുകയും വിലയിരുത്തുകയും പ്രവർത്തിക്കുകയും ചെയ്യുന്ന പാർട്ടിയാണ് BJP. അതുകൊണ്ടല്ലേ ജനങ്ങൾ ഇന്ത്യ ഭരിക്കാൻ വേണ്ടി BJP ഏൽപ്പിച്ചിരിക്കുന്നത്. ഇനി അരുൺ പറഞ്ഞ ഒരു പോയിന്റ് ഉണ്ട്, എന്താ സൈന്യം. എൻ്റെ അരുൺ പറഞ്ഞോട്ടെ. സൈന്യം നരേന്ദ്രമോദി നടത്തിയ 2 പ്രസംഗവും നമ്മൾ കേട്ടില്ലല്ലോ. പുതിയ വോട്ടർമാരോട് പറയുന്നു, പുൽവാമയിൽ നമ്മുടെ രാജ്യത്തിന് വേണ്ടി ധീരന്മാരായി ജീവൻ ബലിയർപ്പിച്ച സൈനികർക്കുള്ള പിന്തുണ ആയിക്കോട്ടെ നിങ്ങളുടെ ഈ വോട്ട് എന്ന് പറയുമ്പോൾ, ഈ വോട്ട് അവർക്കുള്ള പിന്തുണ ആയിക്കോട്ടെ എന്ന് പറയുമ്പോഴേക്കും അവരിലേക്ക് നമ്മുടെ ഒരു രാജ്യത്തിന്റെ മൊത്തത്തിലുള്ള വികാരമല്ലേ അദ്ദേഹം സന്നിവേശിപ്പിക്കുന്നത്. ബാലാക്കോട്ടിൽ ആക്രമണം നടത്തിയ ഒരു സൈനികനും ഈ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുന്നില്ലല്ലോ. ബാലാക്കോട്ടിൽ ആക്രമണം നടത്തിയ സൈനികർക്ക് പിന്തുണ നൽകുന്നത് 135 കോടി ജനങ്ങളാണ്. ബാലാക്കോട്ടിൽ ആക്രമിക്കാൻ ഒരു സൈനികൻ പോകുമ്പോഴേക്കും ആ സൈനികൻ പോകുന്ന എന്ത് ധൈര്യത്തിലാണ്? ഈ രാജ്യത്തിലെ 135 കോടി ജനങ്ങളും എന്നോടൊപ്പമുണ്ട്, ഇവിടുത്തെ ഗവൺമെൻറ് എന്നോടൊപ്പമുണ്ട്, ഇവിടുത്തെ രാഷ്ട്രീയ പാർട്ടികൾ എന്നോടൊപ്പമുണ്ട്. ആ ധൈര്യത്തിലാണ് അവൻ അവിടെ ആക്രമിക്കാൻ പോകുമ്പോൾ അവർക്കുള്ള ഒരു പിൻബലമാകട്ടെ മനോബലമാകട്ടെ നിങ്ങളുടെ ഇത്തവണത്തെ വോട്ടെന്നൊരു രാജ്യത്തിൻ്റെ പ്രധാനമന്ത്രി, ലോകം ശ്രദ്ധിക്കുന്ന ഒരു നേതാവ് പറയുമ്പോൾ ആനത്തലവട്ടവും ഹരിയും അരുണും ഉൾപ്പെടെ ഉള്ളവർ ആ പ്രസംഗത്തിന് പിന്തുണ നൽകണമെന്നല്ലേ ചിന്തിക്കേണ്ടത്? അങ്ങനെയാണ് എനിക്ക് പറയാനുള്ളത്. ഇതിനെയൊക്കെ ഇവിടെ പാല് കറക്കാൻ പോകുന്ന ഒരു പശുവിന്റെ അല്ലെങ്കിൽ ഒരു പശുവുമായിട്ട് ബന്ധപ്പെട്ട തൊഴിലാളിയും അല്ലെങ്കിൽ പുല്ലെടുക്കാൻ പോകുന്ന ഒരു തൊഴിലാളിയും അവനും കരുത്തു കൊടുക്കാൻ വോട്ട് ചെയ്യണമെന്ന് പറയാമല്ലോ. എന്തിനാണ് ഈ ബാലാക്കോട്ടിൽ ആക്രമണം നടത്തിയ സൈനികന്റെ പേരിൽ അല്ല പാലെടുക്കാൻ പോകുന്ന തൊഴിലാളി, പശുക്കറവ് നടത്തുന്ന തൊഴിലാളി, ഡ്രൈവർമാർ, അഭിഭാഷകർ, ഡോക്ടർമാർ, അതുപോലെ തന്നെ കൂലിത്തൊഴിലാളികൾ, ഇവർക്കെല്ലാം പിന്തുണ നൽകുന്ന ഗവൺമെൻറ്റാണ് ഈ ഗവൺമെൻറ്. അങ്ങനെയുള്ള ഒരു ഗവൺമെൻറ് വരാൻ വേണ്ടി ഏറ്റവും അവസാനമായിട്ട് ഈ രാജ്യത്ത് നടന്ന വളരെ വലിയൊരു സംഭവ വികാസം അത് പെട്ടെന്ന് ജനശ്രദ്ധയിൽ കൊണ്ടുവരാൻ സാധിക്കുന്നത് കൊണ്ട് അദ്ദേഹത്തിന്റെ പ്രസംഗത്തിൽ അദ്ദേഹം എനിക്കും അത് വ്യക്തമായിട്ട് അറിയാമല്ലോ എന്താണ് യഥാർത്ഥത്തിൽ മോദി പറഞ്ഞതും മോദി പറയാൻ ഉദ്ദേശിച്ചത്. തൊട്ടടുത്ത് 4 ദിവസങ്ങൾക്ക് മുൻപ് മോദി പറഞ്ഞത് എന്താണ്? എൻ്റെ കീഴിൽ സൈന്യം ശക്തമായിട്ടിരിക്കുന്നു, സൈന്യത്തെ മോശപ്പെടുത്തിയത് കോൺഗ്രസ് ആണ്, സൈന്യം എന്നാൽ ഞാൻ എൻ്റെ ഗവൺമെൻറ് എന്നാൽ സൈന്യത്തിന് പ്രാധാന്യം കൊടുക്കുന്ന ഗവൺമെൻറ്, ആ എൻ്റെ കീഴിലുള്ള ഗവൺമെൻറ് ആക്രമണം നടത്തി, അതുകൊണ്ട് കന്നി വോട്ട് നിങ്ങൾ തരണം എന്ന് തന്നെയാണ് മോദി സൂചിപ്പിച്ചത് എന്നുള്ളത് വളരെ വ്യക്തമാണ്. അങ്ങനെയാണ് ഏതൊരു സാധാരണക്കാരനും അത് വായിച്ചെടുക്കുക. അല്ല, ഞാനാണ് സൈന്യം, എന്റേതാണ് സൈന്യം എന്നൊക്കെ മോഡിജി പറഞ്ഞു. അല്ലല്ല, എന്റെ നേതൃത്വത്തിലുള്ള കഴിവുറ്റ സൈന്യമാണ്, എന്റെ നേതൃത്വത്തിലുണ്ടായിരുന്നത് കഴിവുറ്റ സൈന്യമാണ്, കോൺഗ്രസ് സൈന്യത്തെ നശിപ്പിച്ചു എന്നാണ് പറഞ്ഞത്. ബാദലിൽ ഛത്തീസ്ഗഡിൽ AK ആന്റണി 10 വർഷം പോലും ഒരു വെടിയുണ്ട AK ആന്റണി 10 വർഷം ഒരു വെടിയുണ്ട പോലും വാങ്ങാതെ ഇരുന്ന വെടിയുണ്ടതെല്ലാം ദ്രവിച്ച് തുരുമ്പെടുത്ത് എയർഫോഴ്സ് സറണ്ടർ ചെയ്ത് എന്താ ഇവിടെ പണമില്ല, 10 പൈസയുടെ പണമില്ല, വെടിയുണ്ട വാങ്ങാൻ പോലും പണമില്ല എന്ന് ലോകത്തിനോട് വിളിച്ചു പറഞ്ഞ് സൈന്യത്തിൻ്റെ മനോവീര്യം തകർത്ത് വച്ചിരിക്കുകയായിരുന്നില്ലേ AK ആന്റണി? അതിനെ മെച്ചപ്പെടുത്തി ബാലാക്കോട്ടിൽ പോയി കൃത്യമായി വളരെ ആക്യുറേറ്റ് ആയിട്ട് പാകിസ്ഥാൻ തീവ്രവാദികൾക്ക് തിരിച്ചടി കൊണ്ടുവരുമ്പോഴേക്കും ആ സൈന്യം ശക്തിപ്പെട്ടു. ആ തിരിച്ചടിയുടെ കണക്കെല്ലാം അന്താരാഷ്ട്ര മാധ്യമങ്ങൾ ഇപ്പോൾ പുറത്ത് കാണിക്കുന്നുണ്ട്. നമുക്ക് അതിലേക്ക് വരാം. നമ്മൾ സ്വാഭാവികം അത്തരം ചർച്ചയിലേക്ക് പോകുന്നില്ല. സൈന്യത്തിന്റെ മനോവീര്യം കെടുത്താൻ ഞാനുമില്ല. പക്ഷേ അന്താരാഷ്ട്ര മാധ്യമങ്ങൾ ഒരുപാട് കാണിക്കുന്നു. അന്താരാഷ്ട്ര മാധ്യമങ്ങൾക്കൊക്കെ ഇന്ത്യ ലോകത്തിലെ ഏറ്റവും വലിയ സാമ്പത്തിക ശക്തിയായിട്ട് ഉദിച്ചു വരുന്ന അന്താരാഷ്ട്ര മാധ്യമങ്ങൾക്ക് ഇഷ്ടപ്പെടുമോ? ഇന്ത്യ ഏറ്റവും വലിയ അറിവിൻ്റെ ശക്തിയായിട്ടും അതുപോലെ തന്നെ ടെക്നോളജിയിലെ ശക്തിയായിട്ടും വളർന്നു വരുന്നത് അന്താരാഷ്ട്ര ചൈനയിലെയും ലണ്ടനിലെയും US-ലെയും മാധ്യമങ്ങൾക്ക് ഇഷ്ടപ്പെടുമോ? അവരിങ്ങനെ കുറ്റപ്പെടുത്തിക്കൊണ്ടിരിക്കും. സൈന്യത്തെ രാഷ്ട്രീയവൽക്കരിക്കാൻ പാടില്ല എന്നാണ് ഇന്ന് 186 സൈനിക
ഉദ്യോഗസ്ഥരും പ്രസിഡന്റിന് കൊടുത്തിരിക്കുന്ന കത്തിൽ ഒപ്പിട്ട് പറഞ്ഞിരിക്കുന്നത്. അതിൽ ഒരാൾ നിഷേധിച്ചു, പക്ഷേ ബാക്കിയുള്ളവർ അതിൽ ഉറച്ചു നിൽക്കുന്നുവെന്നാണ് ഈ നിമിഷം വരെയും നമ്മൾ മനസ്സിലാക്കാൻ സാധിക്കുന്നത്. സൈന്യത്തെ തെരഞ്ഞെടുപ്പിന് ഉപയോഗിക്കാൻ പാടില്ല എന്ന് കൃത്യമായി കഴിഞ്ഞ മാർച്ച് 19-ാം തീയതി അടക്കം തെരഞ്ഞെടുപ്പ് കമ്മീഷൻ പ്രത്യേകമായി കൊടുത്ത സർക്കുലറിലുണ്ട്. അത് നിലവിലിരിക്കെ പോലും അതിനെ നിരന്തരം ലംഘിച്ചുകൊണ്ടിരിക്കുന്നു. സൈന്യം, ബാലാക്കോട്ട്, പുൽവാമ ആക്രമണം, വോട്ട്, കന്നി വോട്ടർമാർ. ആനത്തലവട്ടം. അല്ല അരുൺ, ഈ രാജീവ് ഈ പറയുന്നതെല്ലാം, രാജേഷ് പറയുന്നതെല്ലാം ഞാൻ ആദ്യം പറഞ്ഞതിൻ്റെ ആവർത്തനമാണ്. നിയമം ഞങ്ങൾ അംഗീകരിക്കുന്നില്ല, നിയമവ്യവസ്ഥ അംഗീകരിക്കുന്നില്ല, ഞങ്ങളിത് പറഞ്ഞുകൊണ്ടിരിക്കും. ഞാൻ ചോട്ടെ, സൈന്യം രാജ്യത്തിൻ്റെ സൈന്യം രാജ്യത്തിന് വേണ്ടി നടത്തുന്ന സേവനം BJPയുടെ തെരഞ്ഞെടുപ്പ് മാനിഫെസ്റ്റോയിൽ പറഞ്ഞുകൊണ്ട് അവരുടെ അവകാശവാദമായിട്ട് എടുക്കാമോ? മരിച്ചു വീണ പട്ടാളക്കാരൻ്റെ ഒക്കെ സംഖ്യ എടുത്തിട്ടാണ് നിങ്ങൾ വോട്ട് പിടിക്കുന്നതെങ്കിൽ ഒറ്റ കാര്യം ചോദിക്കട്ടെ. കഴിഞ്ഞ 10 വർഷക്കാലം 2004 മുതൽ 2014 വരെ മിസ്റ്റർ മോഡി അധികാരത്തിൽ വരുന്നവരെ അതിർത്തി സംഘടനത്തിൻ്റെ ഫലമായി മരിച്ച പട്ടാളക്കാരൻ്റെ എണ്ണം എത്ര? 115. ഇപ്പോൾ ഈ 4 വർഷക്കാലത്തിൻ്റെ മോഡി ഭരണത്തിന് കീഴിൽ മരിച്ചു വീണ ഇന്ത്യൻ പട്ടാളക്കാരൻ്റെ ശവപ്പെട്ടി ഇന്ത്യ രാജ്യത്തിൻ്റെ നാനാഭാഗത്ത് വന്ന എത്ര? 869. എന്തൊരു ഭരണമാണ് നിങ്ങൾ നടത്തിയത്? ഇന്ത്യൻ പട്ടാളക്കാരൻ്റെ ജീവൻ രക്ഷിക്കാൻ കഴിയാത്തൊരു ഭരണം, പൊളിഞ്ഞ ഭരണം. ഇത്രയും പട്ടാളക്കാർ മരിച്ചില്ലേ? പണ്ട് വല്ലപ്പോഴും അതിർത്തി സംഘർഷം ഉണ്ടായിരുന്നുള്ളൂ. ഇപ്പോൾ ദിവസേന അതിർത്തി നുഴഞ്ഞുകയറ്റം, സംഘർഷം, പട്ടാളക്കാർ മരിക്കുക, സിവിലിയൻ മരിക്കുക. 1269 സിവിലിയൻ ഈ കാലയളവിൽ അതിർത്തിയിൽ താമസിക്കുന്നവർ മരിച്ചവയാണ്. ആരാ ഉത്തരവാദി? രാജ്യം ഭരിക്കുന്നവർക്ക് ഉത്തരവാദിത്വമല്ലേ? 40 പട്ടാളക്കാരെ ഒരു വണ്ടിയിൽ നഴ്സറി സ്കൂളിലെ കുട്ടികളെ നിറച്ചുകൊണ്ട് പോകുന്ന ഒരു ബസ് കയറ്റി കൊണ്ടുപോയി. അവർ 2400 പട്ടാളക്കാർ ഒരു കോൺവായി ആയിപ്പോയി. അതിനിടയിൽ ഒരുത്തൻ മനുഷ്യബോംബായി ഒരു കാറ് അതിനകത്ത് കയറി നശിപ്പിച്ചതിൻ്റെ ആർക്കും ഉത്തരവാദിത്വമല്ലേ? എങ്ങനെ കയറി ആ കാറ്? എങ്ങനെ? അതും ഒരു കാശ്മീരുകാരൻ, ഇന്ത്യക്കാരൻ, അവൻ പാകിസ്ഥാനിയല്ല വന്ന് കയറിയത്. അവൻ എങ്ങനെ ആ പട്ടാളത്തെ ആക്രമിക്കാൻ സൗകര്യം കൊടുത്തു? എത്ര കെയർലെസ് ആയിട്ടാണ് കൈകാര്യം ചെയ്തത്? അത്യാവശ്യമാണ്. 1500 പട്ടാളക്കാരെ കൂടുതൽ ഒരു ബാച്ചായിട്ട് കൊണ്ടുപോകാൻ പാടില്ല എന്ന നിയമമുള്ളപ്പോൾ 2400 പട്ടാളക്കാരെ ഇങ്ങനെ കോൺവായി ആയി കൊണ്ടുപോകേണ്ട ബുദ്ധിശൂന്യത നിങ്ങൾ ആരോട് സമാധാനം പറയും? ആ പണി അതൊന്നും ഞങ്ങളിപ്പോൾ എടുക്കുന്നില്ല. പക്ഷേ അത് രാജേഷ് പറഞ്ഞതുകൊണ്ട് ഞാൻ ചൂണ്ടിക്കാണിച്ചതാണ്. രാജേഷ് അതിന് പെട്ടെന്ന് മറുപടി കൊടുത്തിട്ട് എനിക്ക് ശ്രീ ഹരിയിലേക്ക് കൂടി വേണം ചോദിക്കാനില്ല. പറയാം. ഈ ആനത്തലവട്ടം, ബഹുമാനപ്പെട്ട ആനത്തലവട്ടം കുറേ കണക്കുകൾ പറയുന്നു. എൻ്റെ പ്രിയപ്പെട്ട ആനത്തലവട്ടം, ഈ കൊണ്ടുപോകാൻ കഴിയാത്ത പട്ടാളക്കാരുടെ എണ്ണത്തെയൊന്നും നമ്മൾ ഇന്ത്യൻ ആർമിയുടെ, ഇന്ത്യൻ സൈന്യത്തിൻ്റെ നിയമം അനുസരിച്ച് ആർക്കും കൊണ്ടുപോകാൻ സാധിക്കില്ല. അത് ആനത്തലവട്ടത്തിൻ്റെ പാർട്ടി ഇന്ത്യ ഭരിച്ചാലും സാധിക്കുകയില്ല. പിന്നെ അതല്ല പ്രശ്നം. നിലവിൽ CRPF അടക്കമുള്ളവരെ പിന്നീട് വിമാനത്തിൽ കൊണ്ടുപോകാൻ സർക്കാർ ഒരു തീരുമാനമെടുത്തല്ലോ. ഇപ്പോൾ ആ തീരുമാനത്തിനുള്ള അപേക്ഷ എത്ര കാലമായി സർക്കാരിന്റെ ഫയലിൽ ഉറങ്ങിക്കിടക്കുന്നു? അന്ന് ആ തീരുമാനം വിമാനമാർഗം കൊണ്ടുപോയിരുന്നെങ്കിൽ ഈ 40 ഭടന്മാർ ജീവനോടുണ്ടാകുമായിരുന്നില്ലേ? ഈ വസന്തകുമാറിനെ പോലെയുള്ളവർ ഇപ്പോഴും വയനാട്ടിൽ നിന്ന് ധീരനായ ഒരു സൈനികനായി വീട്ടിൽ മടങ്ങി വരുമായിരുന്നില്ലേ? അരുണെ, വസന്തകുമാറും അത് ഉൾപ്പെടെ ഏതൊരു സൈനികനും, അതിനിപ്പോൾ സൈന്യത്തിൽ ഏറ്റവും താഴെത്തട്ടുള്ള ജോലി ചെയ്യുന്ന ആളായാലും അവരുടെ രാജ്യത്തിന് വേണ്ടി ജീവൻ പൊലിയുമ്പോഴേക്കും നമുക്ക് എല്ലാവർക്കും വേദന ഉണ്ടാകും. ഇവിടെ നിലവിലുള്ള ചില നിയമങ്ങളുണ്ട്. അതിൻ്റെ അടിസ്ഥാനത്തിൽ മാത്രമേ സൈന്യത്തിന് മുന്നോട്ട് പോകാൻ സാധിക്കുകയുള്ളൂ. ഗവൺമെൻറ്റിന് രാഷ്ട്രീയ തീരുമാനങ്ങൾ എടുക്കേണ്ട പല ഘട്ടങ്ങളുമുണ്ട്. എനിക്ക് അതിൻ്റെ ടെക്നിക്കാലിറ്റീസിലേക്ക് ഞാൻ കടക്കുന്നതില്ല. കാരണം ഞാൻ അതിൽ അത്രത്തോളം തന്നെ സൈന്യത്തിനുള്ളിൽ നടക്കുന്ന കാര്യത്തിൽ അത്രത്തോളം തന്നെ അറിവുള്ള ആളുമല്ല. അതുകൊണ്ട് തന്നെ തീരുമാനമെടുക്കുന്ന ഘട്ടങ്ങളെക്കുറിച്ച് ആധികാരികമായി പറയാൻ എനിക്ക് സാധിക്കുകയുമില്ല. ഞാൻ ഒരു കാര്യം പറയാം. ശ്രീ ആനത്തലവട്ടം പറഞ്ഞു ഇന്ത്യയിലുള്ള ഒരാൾ തന്നെയാണ് കാറ് കൊണ്ടുവന്ന് ഇടിച്ചതെന്ന്. അതാണ് പ്രശ്നം ഇവിടെ. എങ്ങനെ ഇന്ത്യയിലുള്ള ഒരാൾ അങ്ങനെ വളർന്നു വരുന്നു? ഇപ്പോൾ തടിയൻ്റെ അവിടെ നസീർ ഇന്ത്യയിലുള്ള ആളാണ്, എങ്ങനെ ഇവിടെ ഉണ്ടായി? ബഹുമാനപ്പെട്ട ആനത്തലവട്ടം, കാശ്മീരിലേക്ക് ഇന്ത്യൻ പട്ടാളത്തോടൊപ്പത്തിനെതിരായി യുദ്ധം ചെയ്യാൻ വേണ്ടി ചെറുപ്പക്കാർ പോകുന്നത് അങ്ങയുടെ പാർട്ടിക്ക് ഏറ്റവും ശക്തിയുള്ള കണ്ണൂർ ജില്ലയിൽ നിന്നാണ്. ഇന്ത്യക്കുള്ളിൽ ശക്തമായ തിരിച്ചടി പാകിസ്ഥാൻ തീവ്രവാദികൾക്ക് കൊടുക്കുമ്പോഴും അങ്ങയുടെ പാർട്ടിയുടെ അഖിലേന്ത്യാ സെക്രട്ടറിയും സംസ്ഥാന സെക്രട്ടറിയും പറയുന്നത് പാകിസ്ഥാനെ അങ്ങനെ വേദനിപ്പിക്കാൻ പാടില്ല, തീവ്രവാദികളുമായിട്ട് ചർച്ച ചെയ്യണമെന്നാണ്. ഈ ജവഹർലാൽ നെഹ്റു യൂണിവേഴ്സിറ്റിയിൽ രാഷ്ട്രവിരുദ്ധ മുദ്രാവാക്യങ്ങൾ ഉയരുമ്പോഴേക്കും അവരുടെ പേരിൽ ഗവൺമെൻറ് കേസെടുക്കുമ്പോഴേക്കും അങ്ങയുടെ പാർട്ടി പറയുന്നത് അങ്ങനെ കേസെടുക്കാൻ പാടില്ല, ഇന്ത്യയിലെ മുഴുവൻ ക്യാമ്പസുകളിലും രാഷ്ട്രവിരുദ്ധ ശക്തികൾ ഉയരട്ടെ എന്നാണ്. ഇങ്ങനെയുള്ള നിലപാടുകൾ അങ്ങയുടെ പാർട്ടി പോലുള്ള പാർട്ടികൾ ആ നിലപാടുകൾക്ക് പിന്തുണ കൊടുക്കുന്നത് കൊണ്ടാണ് ഇന്ത്യ
ഇന്ത്യക്കുള്ളിൽ ഇങ്ങനെയുള്ള തീവ്രവാദികൾ വളർന്നു വരുന്നത്. അബ്ദുൾ നാസർ മദനി എന്ന തീവ്രവാദിയെ കാത്ത് കേരളത്തിന്റെ ആഭ്യന്തരമന്ത്രിയായിരുന്ന കോടിയേരി ബാലകൃഷ്ണൻ 4 മണിക്കൂർ ശംഖുമുഖം കടപ്പുറത്ത് ചെന്നിരുന്നപ്പോൾ അങ്ങയും അങ്ങയുടെ തീവ്രവാദി എന്ന തരത്തിലുള്ള ഒരു ലേബൽ ഈ ഘട്ടത്തിൽ നമുക്ക് ഒട്ടിക്കുക സാധ്യമല്ല. ആ വാക്ക് ചാനൽ ഓൺ ചെയ്യുന്നതുമില്ല. മദനി എന്താ വിശുദ്ധനായോണ്ടാണ് കോൺഗ്രസ് ഉൾപ്പെടെ ഭരിക്കുന്ന വിചാരണ ചെയ്യണം സാർ. എന്ത് വിചാരണ? എന്താണ് അദ്ദേഹത്തിന്റെ പേരിലുള്ള കുറ്റം? എന്താണ് അദ്ദേഹത്തിന്റെ പേരിൽ പ്രൂവ് ചെയ്ത കുറ്റം? സുപ്രീം കോടതിയിൽ കേസ് കൊടുത്തിട്ട് സ്പീഡി ട്രയലിനുള്ള പെറ്റീഷൻ കൊടുത്തിട്ട് എന്റെ വിചാരണ നേരത്തെ ആക്കാൻ നിങ്ങൾക്ക് സാധിക്കുന്നില്ല? അങ്ങനെ എന്താ കാര്യം? അരുൺ ഉൾപ്പെടെ എന്താ കാര്യം? ആരാണ് 6 മാസം കൂടുതൽ? എന്താണ് ഈ കരുതൽ തടങ്കൽ? എന്താണ് ഈ പറയുന്ന വിചാരണ? ഈ ഡിറ്റൻഷൻ എങ്ങനെ നീളുന്നു? മദനി നിരപരാധിയാണ് എങ്കിൽ സുപ്രീം കോടതിയാണോ ഉത്തരവിട്ടത്? സുപ്രീം കോടതിയാണോ ഉത്തരവിട്ടത്? അബ്ദുൾ നാസർ മദനി നമുക്കതിലേക്ക് പോകണ്ട ശ്രീ വി വി രാജേഷ്. അത് സ്വാഭാവികമായും കൃത്യമായ പറയട്ടെ. അരുൺ ചോദിക്കുന്ന ചോദ്യത്തിന് എനിക്ക് ഉത്തരം പറയണം. അബ്ദുൾ നാസർ മദനി നിരപരാധിയാണെന്നാണ് അങ്ങ് പറയുന്നതെങ്കിൽ ഞാൻ നിരപരാധിയാണെന്ന് പറഞ്ഞിട്ടില്ല. അപരാധിയാണെങ്കിൽ വിചാരണ നേരിടണം. അതാണ് മനുഷ്യാവകാശവും ജനാധിപത്യവും. അതല്ലേ ശരി? അല്ല, അബ്ദുൾ നാസർ മദനിക്ക് വേണ്ടി വാദിക്കുന്നവർക്ക് എന്തുകൊണ്ട് സുപ്രീം കോടതിയിൽ ഒരു പെറ്റീഷൻ ഇട്ടിട്ട് കേസ് നേരത്തെ ആക്കാൻ വാദിച്ചുകൂടാ? ഈ കേസ് ആരാണ് സർ വൈകിപ്പിക്കുന്നത്? നമ്മുടെ വിഷയം അതല്ലാത്തതുകൊണ്ട് ഞാൻ അതിലേക്ക് പോകുന്നില്ല. പക്ഷേ ഈ സുപ്രീം കോടതിയുടെ ഉത്തരവ് പ്രകാരമാണ് അദ്ദേഹം തടവിൽ കഴിയുന്നത് എന്നുള്ളത് ഫാക്ച്വൽ ആയിട്ടുള്ള തെറ്റാണ്. നമുക്ക് അതിലേക്ക് പോകാനും കഴിയില്ല. നിലവിൽ ശ്രീ ആനത്തലവട്ടം ആനന്ദ്, ശ്രീ വി വി രാജേഷ്, ശരി വി വി രാജേഷ്, നമുക്ക് സമയത്തിന്റെ പരിമിതിയുണ്ട്. ശ്രീ വി വി രാജേഷ് പറഞ്ഞ ജവഹർലാൽ നെഹ്റു യൂണിവേഴ്സിറ്റി അടക്കമുള്ള പ്രശ്നങ്ങൾ ദേശവിരുദ്ധ പ്രവർത്തനങ്ങൾക്ക് കൂടുതൽ പ്രാധാന്യം കിട്ടുന്ന സ്ഥലമായി കേരളം മാറുന്നു. അവയെ പ്രോത്സാഹിപ്പിക്കുന്ന നിലപാട് ഇടയ്ക്കെങ്കിലും CPM എടുക്കുകയും ചെയ്യുന്നുണ്ട്. ആ ഘട്ടത്തിൽ ദേശസ്നേഹം ഒരു മുദ്രാവാക്യമായി തെരഞ്ഞെടുപ്പിൽ കൊണ്ടുവരുന്നത് കൊണ്ട് എന്ത് തെറ്റ് എന്നാണ് വി വി രാജേഷ് ചോദിക്കുന്നത്. നമുക്ക് അധിക നേരം നമുക്ക് ഇതിൽ നിൽക്കാൻ കഴിയില്ല. നമ്മുടെ പ്രധാനപ്പെട്ട വിഷയം ശബരിമലയും സേനയും അടക്കമുള്ള പെരുമാറ്റച്ചട്ട ലംഘനമാണ്. അതെ, അത് രാജേഷ് ഇതിൽ തന്നെ പിൻപായം ചെയ്ത് നിൽക്കുകയെന്ന് വെച്ചാൽ രാജ്യത്തെ 5 വർഷക്കാലത്തെ ഭരണത്തെക്കുറിച്ച് ചർച്ച ചെയ്യരുത്. അതിനു വേണ്ടിയിട്ടാണ് രാജേഷ് ഒരു കാര്യം പറഞ്ഞു. കേരളത്തിൽ നിന്ന് കണ്ണൂരിൽ നിന്ന് തീവ്രവാദികൾ ഉണ്ടായിപ്പോയി എന്ന് പറഞ്ഞു. ഞാൻ പറയട്ടെ, ഈ കാശ്മീരിൽ നിന്ന് വന്ന ഭീകരൻ, കാശ്മീർ ആരാ ഭരിക്കുക? BJPയും PDPയും കൂടെ അല്ലേ ഭരിക്കുന്നത്? നിങ്ങളുടെ ഭരണത്തിലിരിക്കുന്ന സ്ഥലത്തു നിന്ന് തന്നെ അല്ലേ ഒരു മനുഷ്യ ബാമ്പുണ്ടായി ഈ 40 പട്ടാളക്കാരെ കൊന്ന്? അതിൻ്റെ ഉത്തരവാദിത്വം ആർക്ക്? കമ്മ്യൂണിസ്റ്റുകാർക്കാ? കേരളീയർക്കാ? അപ്പം നിങ്ങളുടെ തെറ്റായ നയത്തിൻ്റെ ഫലമായി ആളുകൾ മരിച്ചു വീഴുന്നു. ഇനി രാജേഷ് മറ്റൊരു കാര്യം പറഞ്ഞു. സാമ്പത്തികമായി അരുൺ പറഞ്ഞു, വിദേശ മാധ്യമങ്ങൾ ഉൾപ്പെടെ നടന്ന ഓപ്പറേഷൻ്റെ യഥാസ്ഥിതി എന്താണെന്ന് പുറത്തു വന്നപ്പോൾ ആ വിദേശ മാധ്യമങ്ങളൊക്കെ പറയും എന്ന് വെച്ചാൽ ഇന്ത്യയുടെ അങ്ങനെ വളർച്ചയിൽ അവർക്ക് വലിയ അസൂയുണ്ടെന്നാണ്. എന്ത് വളർച്ചയാണ്? സാമ്പത്തികമായിട്ട് അമേരിക്കയുടെ, ചൈനയുടെ, ലോകരാജ്യങ്ങളുടെ മുമ്പിൽ എത്തിക്കുന്നവർ ഇന്ത്യയുടെ സ്ഥിതി എന്താ? മോദി വരുമ്പോൾ ഇന്ത്യ രാജ്യത്തിൻ്റെ കടം സ്വാതന്ത്ര്യം നേടി 2014 വരെയുള്ള കടം 54 ലക്ഷം കോടി. ഇപ്പം എത്ര? 84 ലക്ഷം കോടി. മോഡി അധികാരത്തിൽ വരുന്നവരെ കോൺഗ്രസും BJPയും ഭരിച്ചതിൻ്റെ ഫലമായി ഒരു ഇന്ത്യൻ പൗരൻ്റെ ആളോഹരി കടബാധ്യത 40,000. ഇപ്പം മോഡി വന്നതിന് ശേഷം ആ 40,000 20,000 കുറയുകയല്ല ചെയ്തത്, 63,000 വർദ്ധിച്ചു. ഇതാണ് രാജ്യത്തിൻ്റെ വളർച്ച. ഇതെല്ലാം ചെയ്തതിന് ശേഷവും 7.5 ലക്ഷം കോടി രൂപയുടെ ഇന്ത്യയുടെ പൊതുസ്വത്ത് വിറ്റു. സാമ്പത്തിക വളർച്ചയെ കാണിക്കുന്നത് ഇത്രയും കോടി കടം വാങ്ങിയത് സാമ്പത്തിക വളർച്ചയെ കാണിക്കുന്നത്. ഇതിനും പുറമെ റിസർവ് ബാങ്കിൻ്റെ കരുതൽ ഫണ്ട്, റിസർവ് ഫണ്ട്, ലോകത്തൊരു രാജ്യവും റിസർവ് ഫണ്ട് രാജ്യത്തിൻ്റെ രക്ഷയ്ക്ക് വേണ്ടി വെച്ചിരിക്കുക എടുക്കാറില്ല. ഇവിടെയും ഇന്ത്യ ചൈന ആക്രമണം, അതുപോലെ ഇന്ത്യ പാക് ആക്രമണം, ഒരുപാട് പ്രകൃതി ദുരന്തങ്ങൾ, ഇതൊക്കെ വന്നപ്പോൾ എടുത്തിട്ടില്ല. 9.5 ലക്ഷം കോടി രൂപ ഇന്ത്യയുടെ റിസർവ് ബാങ്കിൻ്റെ കയ്യിൽ റിസർവ് ഉണ്ട്. എടുക്കാത്തതെന്തുകൊണ്ടാണ്? അതിനേക്കാൾ വലിയൊരു ദുരന്തം രാജ്യത്തിന് വരുമ്പോൾ അന്നേരം തെണ്ടാതിരിക്കാൻ ഒരു കരുതൽ ധനമാണ്. ആ പണം എടുക്കണമെന്ന് പറഞ്ഞ പ്രധാനമന്ത്രിയല്ലേ നരേന്ദ്രമോദി? കൊടുക്കാനൊക്കാത്തതിൻ്റെ ഫലമായല്ലേ അദ്ദേഹത്തിൻ്റെ വിശ്വസ്തനായ റിസർവ് ബാങ്ക് ഗവർണർ അദ്ദേഹം ഊർജിത് പട്ടേൽ തൽസ്ഥാനം രാജിവെച്ച് പോകേണ്ടി വന്നത്? അതിനുശേഷം അദ്ദേഹം കൊണ്ടുവന്ന ഫൈനാൻസ് സെക്രട്ടറി ഗവർണറായി വന്ന അദ്ദേഹത്തെ കൊണ്ട് 40,000 കോടി രൂപ അതിൽ നിന്ന് നിർബന്ധിച്ചെടുത്തില്ലേ? വളർച്ചയാണോ തളർച്ചയാണോ കാണിക്കുന്നത്? എൻ്റെ സ്നേഹിതൻ രാജേഷ് ഒന്ന് പറയുമോ? നമുക്ക് അതിലേക്ക് വരാം. അതിനു മുമ്പ് കോൺഗ്രസ് പ്രതിനിധി ശ്രീ GV ഹരി കൂടി നമ്മളോടൊപ്പം ചേരുന്നുണ്ട്. ശ്രീ GV ഹരി, നിലവിൽ നമ്മുടെ ചോദ്യവും ഇത് തന്നെയായിരുന്നു. പ്രധാനപ്പെട്ട പെരുമാറ്റച്ചട്ടങ്ങളെ ലംഘിക്കുന്നതിൽ BJP തുടങ്ങിവെച്ച ഒരു രീതി ഇവിടെ കേരളത്തിനുള്ളിൽ പ്രേമചന്ദ്രനും രാജ്മോഹൻ ഉണ്ണിത്താനും ഇന്ന് ആവർത്തിക്കുന്നത് കാണുകയാണ്.
നാളെ മറ്റുള്ള നേതാക്കളും ഇത് ആവർത്തിക്കും. സോഫ്റ്റ് ഹിന്ദു ടാർജറ്റാണ് രണ്ടുപേരും ഉപയോഗിച്ചത്. രണ്ടുപേരും ശബരിമലയാണ്. ഒരാൾ ധർമ്മശാസ്താവെന്ന് വിളിക്കുന്നു. നിങ്ങൾ എങ്ങനെയാണ് ദൈവത്തിൻ്റെ പേരിൽ വോട്ട് തേടുക ഈ പെരുമാറ്റച്ചട്ടം നിലവിലിരിക്കുന്ന ഘട്ടത്തിൽ? പ്രേമചന്ദ്രനെ അയോഗ്യനാക്കാൻ ഇതിനപ്പുറം മറ്റൊരു തെളിവ് ആവശ്യമുണ്ടോ? രാജ്മോഹൻ ഉണ്ണിത്താനെ അദ്ദേഹം കൃത്യമായ കമ്മ്യൂണലായ ആംഗിളാണ് അവിടെ പ്രയോഗിച്ചത്. രാജ്യത്തെ പ്രധാനമന്ത്രിയെ ആദ്യം അയോഗ്യനാക്കട്ടെ, അത് കഴിഞ്ഞിട്ട് നമുക്ക് രാജ്മോഹൻ ഉണ്ണിത്താൻ്റെയും അതോടൊപ്പം തന്നെ പ്രേമേന്ദ്രൻ്റെയും കാര്യം സംസാരിക്കാൻ വരും. ഇവിടെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നത്, ഇവിടെ ഈ രാജേഷിൻ്റെ ഒരു ആറ്റിറ്റ്യൂഡ് കണ്ടില്ലേ? രാജേഷ് പറയുന്നത് എങ്ങനെയാണ് മദനി വന്നത്, എങ്ങനെയാണ് ഈ രാജ്യത്ത് ഒരു പ്രത്യേക മതവിഭാഗത്തിൽപ്പെട്ട ആളുകളെല്ലാം ഇതിനെതിരായിട്ട് എങ്ങനെയാണ്? അതിൻ്റെ കാര്യം ടൈംസ് ഓഫ് ഇന്ത്യ പറയുന്നുണ്ട്. ഇന്ത്യൻ കശ്മീർ മിലിറ്റൻസിയിൽ ജോയിൻ ചെയ്ത ആളുകളുടെ എണ്ണം ഇവരുടെ 5 വർഷത്തെ ഭരണം കഴിഞ്ഞപ്പോൾ 196 എണ്ണം. 196 ചെറുപ്പക്കാരായ ഇന്ത്യക്കാരായിട്ടുള്ള ആളുകൾ അവരെ സഹായിക്കാൻ പോയത്. എന്താ കാര്യം എന്നറിയാമോ? ഈ രാജ്യത്ത് ഒരു ഹിന്ദുസ്ഥാൻ ഉണ്ടാക്കാൻ പോയതാ. ഹിന്ദുസ്ഥാൻ എന്ന് പറയുന്ന ഒരു പ്രത്യേക വിഭാഗത്തിൻ്റെ ആളുകൾ. ഈ രാജ്യത്തിൻ്റെ ഏറ്റവും വലിയ ശക്തി എന്താണെന്ന് രാജേഷിൻ്റെ പാർട്ടി ഇപ്പോഴും തിരിച്ചറിയുന്നില്ല. എന്താണെന്നറിയാമോ? ഈ രാജ്യത്തിൻ്റെ ഏറ്റവും വലിയ ശക്തി ഈ രാജ്യത്തിൻ്റെ മതേതരത്വ സ്വഭാവമാണ്. ഈ രാജ്യത്തിൻ്റെ ഏറ്റവും വലിയ ശക്തി ഈ രാജ്യത്തിൻ്റെ ജനാധിപത്യമാണ്. കഴിഞ്ഞ 5 വർഷക്കാലമായി ഈ ജനാധിപത്യത്തെയും മതേതരത്വത്തെയും ഇല്ലാതാക്കാനല്ലേ രാജേഷിന്റെ പാർട്ടി മനസ്സിലാക്കുന്നു. പക്ഷേ പ്രേമചന്ദ്രന്റെ പ്രസംഗത്തിൽ നിന്ന് കണ്ടത് മതേതരത്വമല്ല. കശുവണ്ടി തൊഴിലാളികളോട് പ്രേമചന്ദ്രൻ വോട്ട് അഭ്യർത്ഥിച്ചത് എങ്ങനെയാണെന്ന് താങ്കൾ കണ്ടതല്ലേ? ശ്രീധർമ്മശാസ്താവിന്റെ ക്ഷേത്രത്തിലേക്ക് യുവതികളെ കൊണ്ടുപോകാൻ വേണ്ടി ശ്രമിച്ച പിണറായി സർക്കാർ എന്നാണ് പറഞ്ഞത്. അതാണോ നേരിട്ടത്? ഈ കശുവണ്ടി തൊഴിലാളികളുടെ പ്രശ്നങ്ങളെ കുറിച്ച് ചർച്ച ചെയ്യാൻ പ്രേമേന്ദ്രന് കഴിയാതെ പോയത് എന്തുകൊണ്ടാണ്? അതാണ് ഞാൻ പറഞ്ഞത്. എന്തുകൊണ്ടാണ് അത്തരത്തിൽ ഒരു സ്ഥാനാർത്ഥിക്ക് സംസാരിക്കേണ്ടി വരുന്നത് നിങ്ങൾ ആദ്യം ആലോചിക്കണം ഡോക്ടർ അരുൺ. ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം നിങ്ങൾ മനസ്സിലാക്കേണ്ടത്, രാജ്യത്തിന്റെ പ്രധാനമന്ത്രിയാണ് ഇവിടെ മാതൃകയാകേണ്ടത്. ഇല്ലേ? ആരാ രാജ്യം ഭരിക്കുന്നത്? അങ്ങനെ ഒരു പ്രധാനമന്ത്രിയെ മാതൃകയാക്കണമെങ്കിൽ BJP തന്നെ തെരഞ്ഞെടുത്താൽ പോരെ? BJPയെ ചെയ്യുന്ന തെറ്റുകൾ ആവർത്തിക്കാൻ എന്തിനാണ് പ്രേമചന്ദ്രനെ പാർലമെന്റിലേക്ക് അയക്കുന്നത്? എന്തിനാണ് രാജ്മോഹൻ ഉണ്ണിത്താനെ കാസർഗോഡ് നിന്നും ഡൽഹിയിലേക്ക് കൊണ്ടുപോകുന്നത്? പ്രധാനമന്ത്രി മാതൃകയാകണമെങ്കിൽ നമുക്ക് നരേന്ദ്രമോദി മാതൃകയാകണമെങ്കിൽ നരേന്ദ്രമോദി മതി, BJP മതി. ഇവിടെ രാഹുൽ ഗാന്ധിക്ക് കരങ്ങൾ ശക്തി പകരാൻ വേണ്ടിയല്ലേ നിങ്ങൾ മത്സരിക്കുന്നത്, പ്രേമചന്ദ്രൻ മത്സരിക്കുന്നത്, രാജ്മോഹൻ ഉണ്ണിത്താൻ മത്സരിക്കുന്നത്? അപ്പോൾ നരേന്ദ്രമോദി ചെയ്ത തെറ്റ് ആവർത്തിക്കുകയാണോ പ്രേമചന്ദ്രൻ ചെയ്യേണ്ടത്? ഒരിക്കലുമല്ല. അതുമാത്രമല്ല, ഞങ്ങളുടെ നേതാവ് ശ്രീ രാഹുൽ ഗാന്ധി പല ആവർത്തി നരേന്ദ്രമോദിയെ രാഷ്ട്രീയപരമായിട്ടുള്ള സംവാദങ്ങൾക്ക് അദ്ദേഹത്തെ ക്ഷണിച്ചു. അദ്ദേഹം പറയുന്ന സ്ഥലത്ത് പോകാമെന്ന് രാഹുൽ ഗാന്ധി പറഞ്ഞു. ഒരു സ്ഥലത്ത് പോലും അദ്ദേഹം മൻ കി ബാത്തിലല്ലാതെ അദ്ദേഹത്തിന് മറ്റൊന്നിലും വിശ്വാസമില്ല. റേഡിയോയിലൂടെ ജാത്യത്തെ ജനങ്ങളോട് സംസാരിക്കാനോ ജനങ്ങളുടെ ചോദ്യങ്ങൾ അഡ്രസ് ചെയ്യാനോ മാധ്യമ പ്രവർത്തകനെ അഡ്രസ് ചെയ്യാനോ നമുക്ക് വിഷയത്തിൽ നിന്ന് വ്യതിചലിച്ചു പോകരുത് ശ്രീ ഹരി. എന്റെ ചോദ്യം പ്രേമചന്ദ്രൻ ഇന്ന് കശുവണ്ടി തൊഴിലാളികളുടെ ഇടയിൽ നടത്തിയ പ്രസംഗത്തിൽ ശ്രീധർമ്മശാസ്താവിനെ കുറിച്ചും ശബരിമലയിൽ യുവതീ പ്രവേശനം നടത്തിയതിനെ കുറിച്ചും നടത്തിയ പരാമർശം എന്ത് മതേതരത്വ സ്വഭാവമുള്ള തെരഞ്ഞെടുപ്പ് പ്രചരണമാണ്? അത് ഉപയോഗിച്ച് അധികാരത്തിൽ വരാൻ കൃത്യമായി രാഷ്ട്രീയ BJP ശ്രമിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഞങ്ങളൊക്കെ കയ്യും കെട്ടി നോക്കിയിരിക്കണമെന്നാണോ ഡോക്ടർ? നിങ്ങൾ അതേ വഴിയിലൂടെയാണോ പോകേണ്ടത്? അങ്ങനെയാണെങ്കിൽ ഇനിയുമുണ്ട് സർ പെരുമാറ്റച്ചട്ടം. ഇന്ത്യയുടെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് കള്ളൊഴുക്കുന്നുണ്ട്, മയക്കുമരുന്നുണ്ട്. നിങ്ങൾ അതും ചെയ്യുമോ? അല്ല, അങ്ങനെയല്ല സുഹൃത്തെ. അത് അങ്ങനെ അത്തരത്തിൽ അതിനെ വ്യാഖ്യാനിക്കരുത്. നോക്കൂ, നമ്മളെ സംബന്ധിച്ചിടത്തോളം ഒരു പാർട്ടി അല്ലെങ്കിൽ ഭരണഘടനാപരമായ സ്ഥാപനങ്ങളുണ്ടല്ലോ, അതാണ് ഞാൻ നേരത്തെ സൂചിപ്പിച്ചത്. അവരെന്തുകൊണ്ട് കൃത്യമായി ഇടപെടുന്നില്ല? അവരെന്തുകൊണ്ട് കൃത്യമായ നടപടികൾ സ്വീകരിക്കുന്നില്ല? അവരും ഈ പറയുന്ന BJPയുടെ വശംവദരായി പോകുന്നു എന്നുള്ളതാണ് ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം. നിസ്സഹായരായി നോക്കി നിൽക്കാൻ ഞങ്ങൾക്ക് കഴിയില്ല. ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഇത് നിർണായകമായ ഉത്തരം കിട്ടിയാൽ മതി ശ്രീഹരി. ഈ തൃശ്ശൂർ തേക്കിൻകാട് മൈതാനിയിൽ അയ്യൻ എന്ന് വിളിച്ചു പറഞ്ഞ സുരേഷ് ഗോപിയിൽ നിന്ന് എത്ര വ്യത്യസ്തനാണ് പ്രേമചന്ദ്രൻ എന്ന കൊല്ലത്തെ UDF സ്ഥാനാർത്ഥി? 100% അദ്ദേഹം വ്യത്യസ്തനാണ്. പക്ഷേ ഒറ്റ ചോദ്യം തിരിച്ച് അരുണിനോട് ഞാൻ ചോദിക്കട്ടെ. ഒരു ചോദ്യം, അങ്ങനെ കൃത്യമായ ധാരണ അവിടുത്തെ ജില്ലാ കളക്ടർക്ക് ഉണ്ടെങ്കിൽ എന്തുകൊണ്ട് അതിന് ഉത്തരവാദിത്തപ്പെട്ട ജില്ലാ കളക്ടർ അദ്ദേഹത്തെ അയോഗ്യനാക്കിയില്ല? റിപ്പോർട്ട് തേടി മണിക്കൂറുകൾക്ക് മുമ്പ് റിപ്പോർട്ട് വന്നു പ്രേമചന്ദ്രനെതിരെ. സുരേഷ് ഗോപിക്ക് വന്നതുപോലെ തന്നെ ഒരു സംഭവം ഉണ്ടായാൽ അത്തരത്തിൽ നോക്കൂ ഡോക്ടർ അരുൺ, അത്തരത്തിൽ ഒരു സംഭവം കേരളത്തിലുണ്ടായാൽ പിന്നെ ഏതെങ്കിലും ഒരു രാഷ്ട്രീയ പാർട്ടിയുടെ ഏതെങ്കിലും ഒരു സ്ഥാനാർത്ഥി അങ്ങനെ ചെയ്യുമെന്ന് താങ്കൾക്ക് തോന്നുന്നുണ്ടോ? ശ്രീ VV രാജേഷ്, ഇതാണോ നിരന്തരം ചട്ടലംഘനത്തിന്റെ കാരണം? ഒരു നടപടിയും ഉണ്ടാകുന്നില്ല. ശ്രീ ഹരി പറഞ്ഞത് BJP ചെയ്യുന്നത് കൊണ്ട് നടപടി ഉണ്ടാവുന്നില്ല, അതുകൊണ്ട് ഞങ്ങളും ചെയ്യുന്നു. നടപടി ഒരെണ്ണം ഉണ്ടാക്കി കാണിക്കൂ എന്നാണ് പറയുന്നത്. ഇത് തന്നെയാണോ VV രാജേഷിന്റെ അഭിപ്രായം ഈ വിഷയത്തിൽ? അരുൺ, നമ്മളിവിടെ ചർച്ച ചെയ്യുന്നത് പോലെ ഒരു പ്രസംഗം വേദിയിൽ വെച്ച് കേട്ട് പെട്ടെന്ന് ഒരു അതിൻ്റെ റിയാക്ഷൻസ് വരുന്നത് പോലെയോ ഒരു തെരഞ്ഞെടുപ്പ് ചട്ടലംഘനത്തിന് നടപടിയെടുക്കാൻ സാധിക്കുകയില്ല. ഇപ്പോൾ KM ഷാജിയുടെ വിഷയം നമ്മൾ കണ്ടല്ലോ. സ്പെസിഫിക് ആയിട്ട് ചട്ടലംഘനം നടത്തിയെന്ന് ഒരു ജുഡീഷ്യൽ അതോറിറ്റിക്ക്, അത് തെരഞ്ഞെടുപ്പ് കേസാണെങ്കിൽ കേസ് നടക്കുന്ന കോടതിക്ക് ബോധ്യപ്പെടണം. എങ്കിൽ മാത്രം ഈ ഓഫ് ആൻഡായിട്ട് നടത്തുന്ന പല പ്രസംഗങ്ങളും പെട്ടെന്ന് കേൾക്കുമ്പോഴേക്കും നമുക്ക് ചട്ടലംഘനമാണെന്ന് തോന്നാമെങ്കിൽ അതിനെ ഡീപ്പായിട്ട് ഒരു സ്ട്രിക്റ്റ് ആയിട്ടുള്ള ഒരു ലീഗൽ സെൻസിലൂടെ നമ്മൾ നോക്കുമ്പോഴേക്കും പലതും ചട്ടലംഘനത്തിൻ്റെ പെർവ്യൂവിൽ വരാറില്ല. അതുകൊണ്ടാണ് പലതിലും നടപടിയെടുക്കാൻ സാധിക്കാതെ പോകുന്നത്. ഇനി
ചട്ടലംഘനം നടത്തിയാൽ ഏത് രാഷ്ട്രീയ പാർട്ടി നടത്തിയാലും മാതൃകാപരമായിട്ട് നടപടിയെടുക്കണം എന്നുള്ള കാര്യത്തിൽ BJPക്ക് യാതൊരു അഭിപ്രായ വ്യത്യാസവുമില്ല. പരിശോധിക്കട്ടെ, ഈ നടന്ന പ്രസംഗങ്ങൾ മോദിജിയുടെ മുതൽ NK പ്രേമേന്ദ്രൻ്റെ ഉൾപ്പെടെയുള്ള പ്രസംഗങ്ങൾ പരിശോധിക്കട്ടെ. ചട്ടലംഘനം നടന്നിട്ടുണ്ടെങ്കിൽ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ വിലയിരുത്തലെത്തട്ടെ. KM ഷാജിയുടേത് ചട്ടലംഘനം നടന്നു എന്ന് ഒരു കോടതി കണ്ടെത്തുന്നതുകൊണ്ടാണ് നടപടിയെടുക്കാൻ സാധിച്ചത്. അതുകൊണ്ട് തന്നെ ഞാൻ നടപടിയെടുക്കണ്ട എന്നോ അല്ലെങ്കിൽ BJPക്ക് എന്തെങ്കിലും അങ്ങനെ തരാൻ സാധിക്കില്ലല്ലോ ഇന്ത്യൻ ഭരണഘടനയിൽ. അതവിടെ നിൽക്കട്ടെ. ഇനി ചട്ടം ആരെങ്കിലും ലംഘിച്ചിട്ടുണ്ടെങ്കിൽ നടപടി എടുത്തോട്ടെ. എന്തായാലും ശരി തന്നെ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ്റെ ഈ വിരട്ടൽ കണ്ടെന്നും ഞങ്ങൾ ചർച്ച ചെയ്യേണ്ട വിഷയങ്ങളിൽ നിന്നും ചർച്ച ചെയ്യാതെ പിന്നോട്ട് പോകുന്നില്ല. ശ്രീധരൻപിള്ള സാർ പറഞ്ഞല്ലോ. മാത്രവുമല്ല, ഞങ്ങളുടെ പ്രകടന പത്രികയിൽ തന്നെ ശബരിമല വിഷയം വളരെ വ്യക്തമായിട്ട് കൃത്യമായിട്ട് കേരളത്തിൽ മാത്രമല്ല ഇന്ത്യയിൽ മുഴുവൻ ചർച്ച ചെയ്യാൻ വേണ്ടി ഞങ്ങൾ ഉൾപ്പെടുത്തിയിട്ടുണ്ടല്ലോ. അത് ചട്ടലംഘനമാവുമെന്ന് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ തന്നെ പരിശോധിക്കട്ടെ. അത് ഒരു ജനതയോടുള്ള ഐക്യദാർഢ്യമാണ്. ഒരു വിശ്വാസത്തിൽ അധിഷ്ഠിതമായി ജീവിക്കുന്ന ഒരു ജനതയുടെ മേൽ ബഹുമാനപ്പെട്ട ആനത്തലവട്ടത്തിൻ്റെ പാർട്ടി അവിശ്വാസികളെയും പോലീസിനെയും ഉപയോഗിച്ചുകൊണ്ട് ആ വിശ്വാസം തകർക്കാൻ പോകുമ്പോഴേക്കും ആ മുറിവേറ്റ ജനതയോടുള്ള ഒരു രാഷ്ട്രീയ പാർട്ടിയുടെ ദേശീയ നേതൃത്വത്തിൻ്റെ ഐക്യദാർഢ്യമാണ് ആ പ്രകടന പത്രികയിൽ ഞങ്ങൾ പുറപ്പെടുവിച്ചിരിക്കുന്നത്. അത് ചർച്ച ചെയ്യട്ടെ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ. ഇനി ക്ലാരിഫിക്കേഷൻ കൂടി. രാജേഷിനോട് ഒറ്റ ചോദ്യമുണ്ട്. ഇപ്പൊ അദ്ദേഹം പറഞ്ഞു എനിക്ക് ഒറ്റ ചോദ്യമുണ്ട്. പറയൂ. ഞാനൊരു ക്ലാരിഫിക്കേഷൻ നോക്കൂ രാജേഷ്, എനിക്ക് ഒറ്റ ചോദ്യമുണ്ട്. ഒറ്റ ചോദ്യം രാജേഷ് ഇത് കേൾക്കുമെങ്കിൽ 282 സീറ്റുകൾ ഈ രാജ്യത്തെ ജനങ്ങൾ നിങ്ങൾക്ക് നൽകി വലിയ ഭൂരിപക്ഷത്തിൽ 30 വർഷത്തിന് ശേഷം നിങ്ങളെ ഈ രാജ്യത്ത് ഭരിക്കാനായിട്ട് നിങ്ങളെ ഏൽപ്പിച്ചു. നിങ്ങൾക്ക് ഒറ്റ ദിവസം കൊണ്ട് പരിഹരിക്കാൻ കഴിയുന്ന ഈ ശബരിമല പ്രശ്നം ഒരു ഓർഡിനൻസിലൂടെ പരിഹരിക്കാൻ കഴിയുന്ന ഒരു ഞങ്ങളുടെ MP ഡോക്ടർ ശശി തരൂർ പാർലമെന്റിൽ നിരന്തരം നിങ്ങളോട് ആവശ്യപ്പെട്ടൊരു കാര്യത്തിന് നിങ്ങൾ ഒരു വാക്കുപോലും മിണ്ടാത്ത നിങ്ങൾ ഇപ്പോൾ ഈ ശബരിമലയെക്കുറിച്ച് പറയുന്നില്ല. എന്ത് ആത്മാർത്ഥയാണ് രാജേഷേ ഉള്ളത്? എന്ത് ആത്മാർത്ഥ നിങ്ങൾക്ക് ഈ കാര്യത്തിലുണ്ട്? 282 സീറ്റുകളുമായി രാജ്യത്തെ ജനങ്ങൾ നിങ്ങളെ ഭരിക്കാൻ അയച്ചു. നിങ്ങൾ ഈ വർത്തമാനം പറയുന്നത് കേട്ട് കഴിഞ്ഞാൽ ശബരിമലയുടെ പ്രശ്നം മുഴുവൻ ഈ രാജ്യത്തുണ്ടാക്കിയത് വേറെ പല ആളുകളുമാണെന്നുള്ളത് ധരിക്കുന്നത്. ഞാൻ മറുപടി പറയാം. ഹരിക്കും അറിയാം, എനിക്കും അറിയാം, ഈ സാഹചര്യത്തിൽ ഓർഡിനൻസ് നിയമപരമായിട്ട് സാധിക്കുകയില്ല. ഇത് സുപ്രീം കോടതിയുടെ മുമ്പാകെയാണ് ഈ വിഷയം കിടക്കുന്നത്. അതിൽ കേന്ദ്ര ഗവൺമെൻറ് കക്ഷി ചേർന്നു. കേന്ദ്ര ഗവൺമെൻറ് അതിൽ സുപ്രീം കോടതിയുടെ മുൻപാകെ ഈ വിഷയം ശ്രദ്ധയിൽപ്പെടുത്തി കേസിലൂടെ ഒരു പരിഹാരം ഉണ്ടാക്കാൻ ശ്രമിക്കും എന്ന് ഞങ്ങളുടെ പാർട്ടി പ്രകടന പത്രത്തിൽ പറഞ്ഞിട്ടുണ്ട്. അത് കഴിയട്ടെ. അത് കഴിഞ്ഞിട്ട് ഭരണഘടനയ്ക്കകത്ത് നിന്ന് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങൾ ചെയ്യും എന്നുള്ള രീതിയിൽ തന്നെയാണ് ഞങ്ങൾ പ്രകടന പത്രത്തിൽ ഞങ്ങൾ മുന്നോട്ട് വെച്ചിരിക്കുന്നത്. ഇപ്പോൾ ആ വിധിയുടെ ഒരു ഘട്ടത്തിലും 105 മുതൽ തുടങ്ങിയ ഒരു ലീഗൽ വ്യവഹാരമാണ്. ആ വ്യവഹാരത്തിൽ ഒരിക്കലും കക്ഷി ചേരാത്ത BJP, ആ വ്യവഹാരത്തിൽ ഒരിക്കലും കക്ഷി ചേരാത്ത കേന്ദ്ര സർക്കാർ ഇനി ഞങ്ങളെ ജയിപ്പിച്ചാൽ കക്ഷി ചേരുമെന്ന് പറഞ്ഞാൽ അപ്പോഴേക്കും വിധി വന്നു കഴിയും. അവസാനത്തെ വിധിയും അരുൺ ഈ കേസിൽ നിയമപരമായിട്ട് കേസ് കൊടുത്തിരിക്കുന്ന ഒരേ ഒരു പാർട്ടി കോൺഗ്രസ്. മനസ്സിലാക്കണം. ഇനി മറച്ചു വയ്ക്കപ്പെടുന്ന ഇതാണ് രാജേഷ് ചൗക്കീദാർ പ്രേരണ. നടത്തിക്കോളൂ ചർച്ച. രാജേഷ് പറഞ്ഞോളൂ. അല്ല, ഹരി ഒരു ചോദ്യം ചോദിച്ചു. ആ ചോദ്യം ഞാൻ സ്വസ്ഥമായിട്ട് കേട്ടു. അത് ഞാൻ ഉത്തരം പറയുമ്പോഴേക്കും അരുൺ അതിനെ ഇടയ്ക്ക് തടസ്സപ്പെടുത്തുന്നു. വീണ്ടും ഹരി സംസാരിച്ചുകൊണ്ടിരിക്കുക. അങ്ങനെയാണെങ്കിൽ നിങ്ങൾ രണ്ടും കൂടെ നടത്തിക്കോളൂ ചർച്ച. എനിക്കൊരു നിർബന്ധമല്ല ഇവിടെ ഇരിക്കണമെന്ന്. രാജേഷ് പറഞ്ഞോ. നിങ്ങൾ നടത്തിക്കോളൂ രണ്ടുപേരും കൂടി. രാജേഷ് പറഞ്ഞോളൂ. അല്ല, അത്തരത്തിൽ ഞാൻ ആരുടെ സമയത്ത് ഇടപെടാറില്ല. ആ ഒരു മാന്യത്തിൽ എന്നോട് പുലർത്തണം. ഞാൻ പറഞ്ഞത് ഹരിക്കും അറിയാം, നമുക്കെല്ലാവർക്കും അറിയാം. ഈ സാഹചര്യത്തിൽ ശശി തരൂർ ഓർഡിനൻസ് ആവശ്യപ്പെട്ടു എന്ന് പറയുന്ന വേറൊരു രാഷ്ട്രീയം. ഈ ഒരു സാഹചര്യത്തിൽ ഓർഡിനൻസ് പ്രായോഗികമല്ല. ഗവൺമെൻറ് കൃത്യമായിട്ട് BJP കൃത്യമായിട്ട് സുപ്രീം കോടതിയുടെ ശ്രദ്ധയിൽ ഈ വിഷയം കൊണ്ടുവരുമെന്ന് പറഞ്ഞിട്ടുണ്ട്. അതാണ് ഞങ്ങൾക്ക് പറയാനുള്ള നിലപാട്. മറ്റൊന്ന്, സംസ്ഥാന ഗവൺമെൻറ് എന്തുകൊണ്ട് ഇവിടുത്തെ വസ്തുതകൾ അറിയിച്ചില്ല എന്ന് നിങ്ങൾ അവരോട് ചോദിക്കുന്നില്ലല്ലോ. ഇനി ആ വിഷയം എൻ്റെ സമയം അതിക്രമിക്കുന്നുണ്ട്. ഞാനൊരു കാര്യം പറയട്ടെ. അരുൺ നേരത്തെ പറഞ്ഞു സുപ്രീം കോടതിയുടെ ഉത്തരവിൻ്റെ അടിസ്ഥാനത്തിലാണ് അബ്ദുൾ നാസർ മദനി കിടക്കുന്നതെന്ന് പറഞ്ഞാൽ യോജിക്കാൻ സാധിക്കില്ല. ഞാനങ്ങനെ പറഞ്ഞിട്ടില്ല അരുണേ. ഞാൻ പറഞ്ഞത് അബ്ദുൾ നാസർ മദനിയുടെ ട്രയല് വേഗത കുറയുന്നു എന്നുണ്ടെങ്കിൽ സുപ്രീം കോടതി, ഏറ്റവും മേൽക്കോടതി എന്നുള്ളതിലേക്ക് സുപ്രീം കോടതിയിൽ പെറ്റീഷൻ ഫയൽ ചെയ്താൽ ആ ട്രയൽസ് വേഗത്തിലാക്കാൻ സാധിക്കും. അങ്ങനെ ആർക്കെങ്കിലും അഭിപ്രായമുണ്ടെങ്കിൽ അതിന് അപ്രോച്ച് ചെയ്യണം സുപ്രീം കോടതിയെ എന്നാണ് ഞാൻ പറഞ്ഞത്. അല്ല സുപ്രീം കോടതി ഉത്തരവിട്ടുകൊണ്ടാണ് മദനി ജയിലിൽ കിടന്ന് ഞാൻ പറഞ്ഞിട്ടില്ല. അങ്ങനെ വ്യാഖ്യാനിക്കുകയും അരുത്.
Right. ഞാൻ വളരെ പെട്ടെന്ന് തിരിച്ചു വരാം. ശ്രീ ആനത്തലവട്ടം ആനന്ദൻ, വി വി രാജേഷ് പറഞ്ഞതിനോട് വളരെ പെട്ടെന്നൊരു റിയാക്ഷൻ വേണം. അതിനുശേഷം എനിക്കൊരു ചെറിയ ഇടവേളയ്ക്ക് പോകണം. ഇടവേളയ്ക്ക് ശേഷം തിരിച്ചു വരുമ്പോൾ നമ്മൾ നോക്കുന്നതാണ് കേരളത്തിൽ UDF MP-മാരും BJP-യും ചട്ടലംഘനം എന്ന് അവസാനിപ്പിക്കും ഈ ഘട്ടത്തിൽ എന്നാണ്. ശ്രീ ആനത്തലവട്ടം ആനന്ദൻ. അതവർ രണ്ടുപേരും അവസാനിപ്പിക്കില്ല. അവർക്ക് ആകെയുള്ള ഒരു അത്താണി ഈ ശബരിമല പറഞ്ഞിരിക്കലാണ്. അതവർക്ക് ഇനിയും പറഞ്ഞിട്ടേ ഇരിക്കാൻ, വേറൊന്നും പറയാനില്ല. അതുകൊണ്ട് അതവർ ഈ ചട്ടലംഘനം കോടതിയുടെ മുമ്പ് ഇലക്ഷൻ കമ്മീഷൻ ഒരു അന്തിമ തീരുമാനമെടുക്കുന്നവരെ അവരിതിങ്ങനെ പറഞ്ഞിട്ടേയിരിക്കും. ഇങ്ങനെ ഞങ്ങൾ പ്രസംഗിക്കും, ഇലക്ഷൻ കമ്മീഷൻ തീരുമാനമെടുക്കട്ടെ, അല്ലെങ്കിൽ കോടതിയിൽ പോട്ടെ, രാജേഷ് പറഞ്ഞ പോലെ ജുഡീഷ്യറിയുടെ വരുന്നത് വരെ നമ്മൾ ജയിച്ചാലും വീണ്ടും കോടതി ഉണ്ടല്ലോ എന്നൊക്കെ പറഞ്ഞിട്ടേയിരിക്കും. ഇവിടെ അതല്ല പ്രധാനം. രാജേഷിനോട് ഒരു പ്രസക്തമായ ചോദ്യം ഹരിയും ചോദിക്കുകയുണ്ടായി. നിങ്ങൾ 6 മാസമായല്ലോ, സെപ്റ്റംബർ 26 വിധി വന്നല്ലോ, അതിനുശേഷം 6 മാസം ഈ ഗവൺമെൻറ് നിലനിന്നല്ലോ, ഓർഡിനൻസ് കൊണ്ടുവരുന്നില്ല, നിയമഭേദഗതി കൊണ്ടുവരാൻ 3/2 ഭൂരിപക്ഷം കൊണ്ടല്ലോ, നിങ്ങൾ പലതിനും നിയമഭേദഗതി പാർലമെൻറ്റിൽ കൊണ്ടുവന്നല്ലോ. അത് ചെയ്യാതെ ഇപ്പോൾ മിസ്റ്റർ നരേന്ദ്രമോദി അദ്ദേഹം തന്നെ കോഴിക്കോട് വന്ന് നിന്നിട്ട് പറയുകയാണ്, ഞങ്ങൾ സുപ്രീം കോടതിയിൽ നിയമവശമൊക്കെ ഇനി കൊണ്ടുവരും. എന്താ നിങ്ങൾക്ക് നിയമഭേദഗതി കൊണ്ടുവരാൻ കഴിയാഞ്ഞത്? ഓർഡിനൻസ് വേണ്ട, ഓർഡിനൻസ് നിങ്ങൾക്ക് സാധിക്കില്ലെങ്കിൽ നിയമഭേദഗതി ഉണ്ടായിരുന്ന ഭൂരിപക്ഷം ഉണ്ടായിരുന്നല്ലോ. അപ്പം ആളെ പറ്റിക്കലാണ്. ശബരിമലയുടെ പേര് പറഞ്ഞിട്ടുണ്ട്. നിങ്ങൾക്ക് താല്പര്യമില്ലായ്മയാണ് നിങ്ങൾക്കകത്തുണ്ടായിരുന്നത്. ഇപ്പോൾ ഈ തെരഞ്ഞെടുപ്പിന് ഈ കേരളത്തിലെ ജനങ്ങളുടെ ഇടയിൽ ശബരിമല വിശ്വാസത്തിൻ്റെ പേര് പറഞ്ഞ് നടക്കലാണ് നിങ്ങളുടെ ലക്ഷ്യം. കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം അത് തന്നെയാണ്. ഞാൻ ഒറ്റ കാര്യം ചോദിക്കട്ടെ, വിശ്വാസത്തിൻ്റെ പേരിലാണെങ്കിൽ വിശ്വാസം ഏതെങ്കിലും ഒരു വിഭാഗത്തിന് മാത്രമേ ഉള്ളൂ? മൈനോറിറ്റി ആണെങ്കിൽ അവർക്ക് അന്വേഷിക്കുന്നത് ചട്ടലംഘനങ്ങളുടെ തെരഞ്ഞെടുപ്പ് കാലമോ ഇതെന്നാണ്. ഒരു ചെറിയ ഇടവേളയ്ക്ക് ശേഷം തിരികെ വരാം. This is 24. You are watching 24. ചട്ടലംഘനങ്ങളുടെ കാലമോ ഈ തെരഞ്ഞെടുപ്പ് കാലം എന്ന് അന്വേഷിക്കുകയാണ് എൻകൗണ്ടർ. നമുക്കൊപ്പം ആനത്തലവട്ടം ആനന്ദൻ, വി വി രാജേഷ്, ഡോക്ടർ GV ഹരി എന്നിവരുണ്ട്. ശ്രീ GV ഹരി, നിലവിൽ കൊല്ലത്തെ സ്ഥാനാർത്ഥിയായ ഇടതു മുന്നണി സ്ഥാനാർത്ഥിയായ KN ബാലഗോപാലിനെതിരെയും ഒരു പരാതി കൊടുക്കുകയുണ്ടായി UDF. ആ പരാതി കൊടുക്കാനുള്ള കാര്യം, പ്രേമചന്ദ്രനെതിരെ ഗുരുതരമായ ഒരു കുറ്റം LDF പ്രവർത്തകർ തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ ശ്രദ്ധയിൽപ്പെടുത്തിയപ്പോഴാണ് മറുപടിയായി ഒരു പരാതി കൊടുത്തത്. KN ബാലഗോപാൽ പാരിതോഷികങ്ങൾ വിതരണം ചെയ്യുന്നു വോട്ടർമാർക്ക് എന്നാണ് പരാതി. പക്ഷേ പാരിതോഷികങ്ങൾ എന്നുള്ളത് ആശുപത്രിയിൽ ഭക്ഷണം കൊടുക്കുന്നതാണെന്നാണ് ഇടതുപക്ഷം പറയുന്നത്. അതിൽ എത്രമാത്രം ശരിയുണ്ട്? അതല്ല, KN ബാലഗോപാലും ആ അർത്ഥത്തിൽ പെരുമാറ്റച്ചട്ടം ലംഘിച്ചുവെന്നാണോ ഇപ്പോഴും UDFന്റെ നിലപാട്? ഡോക്ടർ അരുൺ, നമ്മൾ ഇപ്പോൾ താങ്കൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവും, റെയിൽവേയിൽ നമോ ചായ ഞങ്ങൾ അതിൻ്റെ കപ്പ് അടക്കം നിരോധിക്കപ്പെട്ടിട്ടുണ്ടായി നമ്മുടെ രാജ്യത്ത്. അപ്പോൾ ഏതൊരു കാര്യമാണെങ്കിലും ഇലക്ഷനെ സംബന്ധിച്ചിടത്തോളം വോട്ടർമാരെ സ്വാധീനിക്കുന്ന ഏതു ചെറിയ കാര്യമാണെങ്കിൽ പോലും അതൊരു പെരുമാറ്റച്ചട്ട ലംഘനം എന്നുള്ളതാണ് നിലവിലുള്ള നിയമം. അപ്പോൾ സ്വാഭാവികമായിട്ടും അത്തരത്തിലുള്ള കാര്യങ്ങൾ വരുമ്പോൾ നമ്മൾ പ്രത്യേകിച്ച് മതചിഹ്നങ്ങളോ അല്ലെങ്കിൽ ചിത്രങ്ങളോ ഉപയോഗിക്കാൻ പാടില്ല എന്നുള്ളതാണ്. എനിക്ക് ഒരു കാര്യം പ്രധാനമായിട്ടിവിടെ സൂചിപ്പിക്കാനുള്ളത്, നാളെ സെക്രട്ടേറിയറ്റിൻ്റെ മുമ്പിൽ ഒരു സംഘടന നാമജപ ഘോഷയാത്ര അല്ലെങ്കിൽ പ്രതിഷേധ ധർണ നടത്തുന്നു എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഇത് അംഗീകരിക്കാൻ കഴിയുന്നതാണോ, പ്രത്യേകിച്ച് ഒരു തിരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട്? മറ്റൊരു കാര്യം, ഇപ്പോൾ സഖാവ് ആനത്തലവട്ടം സഖാവിടെ ഒരു കാര്യം പറഞ്ഞു, അവരുടെ പാർട്ടിക്കാരൊന്നും ചെയ്തില്ല. ഞാനിപ്പോൾ എൻ്റെ കയ്യിലൊരു ചിത്രം ഞാനിവിടെ കാണിക്കാം. ഇത് ആലപ്പുഴയിൽ മത്സരിക്കുന്ന ശ്രീ ആരിഫ്, അദ്ദേഹത്തിൻ്റെ പ്രചരണവുമായി ബന്ധപ്പെട്ട് ശബരിമലയിൽ ശ്രീധർമ്മ ശാസ്താവ് അയ്യപ്പൻ്റെ ചിത്രം ഉപയോഗിക്കുന്ന ഒരു കാര്യമാണ്. ഇപ്പോൾ എൻ്റെ വാട്സാപ്പിലേക്ക് ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ട് കിട്ടിയിരിക്കുന്ന ഒരു കാര്യമാണ്. ഞാനിത് താങ്കൾക്ക് കാണാമെന്നാണ് എൻ്റെ വിശ്വാസം. ഇത് കണ്ടല്ലോ, താങ്കൾക്കത് കാണാൻ പറ്റും എന്നാണ് എൻ്റെ പേര് വിശ്വാസം. കണ്ടുവല്ലോ, അവിടുത്തെ ആ ഒരു സ്വീകരണ ചടങ്ങിനകത്ത് അയ്യപ്പൻ്റെ ചിത്രം അദ്ദേഹത്തെ സ്വീകരിക്കാൻ, അവിടെ സ്ഥാനാർത്ഥിയെ സ്വീകരിക്കാൻ ഉപയോഗിച്ച് കാണുന്നു. നോക്കൂ, നമ്മൾ ഇതാണ് ഞാൻ പറഞ്ഞത്, ഇത്തരത്തിൽ എല്ലാ തലത്തിലും നമുക്ക് ചട്ടലംഘനങ്ങൾ പലതരത്തിൽ, ഒരു കാരണവശാലും ഇത്തരത്തിൽ ചിഹ്നങ്ങളോ ചിത്രങ്ങളോ ശബരിമല അയ്യപ്പൻ്റെ ചിത്രങ്ങളോ ഉപയോഗിക്കാൻ പാടില്ല എന്നുള്ളത് നിലനിൽക്കുമ്പോൾ ഇങ്ങനെയുള്ള കാര്യങ്ങൾ ഉപയോഗിക്കുകയാണ്. അപ്പോൾ നമ്മളിത് ഏറ്റവും പ്രധാനമായിട്ട് ഞാൻ പറയട്ടെ, നിഷ്പക്ഷമായി പറയാം, രാഷ്ട്രീയം മാറ്റിവെച്ചു ഞാൻ പറയുകയാണ്, ഞാനും രാജേഷും സഖാവും ഒക്കെ തന്നെ തീരുമാനിക്കേണ്ട ഒരു കാര്യം, ഇത്തരത്തിൽ ജനങ്ങളെ തെറ്റായ വഴികൾ, വർഗീയത ഇളക്കി വിടുന്ന അല്ലെങ്കിൽ മതചിഹ്നങ്ങൾ ഉപയോഗിച്ചുകൊണ്ടുള്ള തെരഞ്ഞെടുപ്പുകൾ, നമുക്ക് രാഷ്ട്രീയം പറയാം. രാജേഷ് പറയട്ടെ, അവർ കഴിഞ്ഞ 5 വർഷത്തിനുള്ളിൽ 15 ലക്ഷം രൂപ ബാങ്കിൽ ഇട്ട് കൊടുത്ത കഥ പറയട്ടെ, GST അവർക്ക് ഉണ്ടാക്കിയ നേട്ടങ്ങൾ, രാജ്യത്തിനുണ്ടാക്കിയ നേട്ടങ്ങൾ പറയട്ടെ, നോട്ട് നിരോധനം ഉണ്ടാക്കിയ ഗുണങ്ങളെക്കുറിച്ച് രാജേഷ് പറയട്ടെ, നമുക്ക് രാഷ്ട്രീയം പറയാം. അതിന് പകരം എന്തിനാണ് ഈ ശബരിമല മാത്രം എടുത്ത് ഹൈലൈറ്റ് ചെയ്യുന്നത്? നമ്മൾ ആ ഹൈലൈറ്റ് ചെയ്യുന്നിടത്താണ്
നമ്മൾ അതിൽ നിന്ന് അത്തരത്തിലുള്ള കാര്യങ്ങളെ ഹരി, പ്രിവെന്റ് ചെയ്യാൻ ഇത് അല്ലെങ്കിൽ തടസ്സപ്പെടുത്താൻ. പ്രേമചന്ദ്രനോടും രാജ്മോഹൻ ഉണ്ണിത്താനോടും പറഞ്ഞു കൊടുക്കാൻ എന്തുകൊണ്ട് കോൺഗ്രസ് നേതൃത്വത്തിന് കഴിയുന്നില്ല എന്നതാണ് ചോദ്യം. ഇന്ന് ഞാൻ പറഞ്ഞല്ലോ, ഞാനതിന്റെ ഉത്തരം അരുണിനോട് നരേന്ദ്രമോദിക്കൊപ്പം PS ശ്രീധരൻപിള്ള നിന്ന് വെല്ലുവിളിക്കുകയാണ്. ശബരിമല പ്രചരണ വിഷയമാക്കും ഞങ്ങൾ, തടയാൻ വരൂ എന്ന് വെല്ലുവിളിക്കുകയാണ്. അല്ല, അതാണ് ഞാൻ പറഞ്ഞത് ഡോക്ടർ അരുൺ. നമ്മളെ സംബന്ധിച്ചിടത്തോളം ഈ രാജ്യം ഭരിക്കുന്ന പാർട്ടി കയ്യും കെട്ടി അതായത് തുറന്ന ഒരു നഗ്നമായിട്ടുള്ള ലംഘനത്തിലേക്ക് പോകുമ്പോൾ വളരെ ഒരു എന്താണ് അവരെ ഞാൻ ചോദിക്കട്ടെ, ഭരണം ഇപ്പോഴും ആരാണ്? കാവൽ മന്ത്രിസഭയാണെങ്കിൽ പോലും ഞാൻ പറയുന്നത് ഇപ്പോഴും അതിൻ്റെ എല്ലാം സ്വാധീനം മറ്റ് ഭരണഘടനാ സ്ഥാപനങ്ങളുടെ മേൽ അവർക്കുണ്ടാകും എന്നുള്ളത് താങ്കൾക്ക് അറിയാവുന്ന യാഥാർത്ഥ്യമാണ്. അതുകൊണ്ട് അവർ തന്നെ അത് ചെയ്യുകയാണ്. നമ്മൾ പറയാറുണ്ട്, മാതൃകയാകേണ്ടവർ തന്നെ അത് ചെയ്യുകയാണ്. അപ്പോൾ ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം നമ്മൾ അത്തരത്തിലേക്ക് കമ്പൽ ചെയ്യപ്പെടുന്ന ഒരു സാഹചര്യത്തിലേക്ക് വരുമ്പോൾ താങ്കളാണെങ്കിൽ എന്താ ചെയ്യുക? അങ്ങനെ ഏറ്റവും കുറച്ച് നിയമലംഘനങ്ങൾ ചെയ്യുന്ന, നിയമങ്ങൾ അനുസരിക്കാൻ ശ്രമിക്കുന്ന പാർട്ടിയാണ് കോൺഗ്രസ്. താങ്കൾക്കത് അറിവുള്ളതാണ്. ഞങ്ങളുടെ പ്രവർത്തകരടക്കം ഇപ്പോൾ തന്നെ ഞാൻ മനസ്സിലാക്കുന്നത്, തൊട്ടടുത്ത് ഇന്നത്തെ ഒരു സംഭവം പറയാം. കാലടിയിൽ നടന്നൊരു സംഭവം. അവിടുത്തെ കൊടികൾ മാറ്റണമെന്നാവശ്യപ്പെട്ടുകൊണ്ട് ഇലക്ഷൻ കമ്മീഷൻ്റെ അതിൻ്റെ ഉദ്യോഗസ്ഥർ അവിടെ വന്നപ്പോൾ മറ്റുള്ള പാർട്ടികളൊക്കെ തന്നെ ആ നിമിഷ നേരം കൊണ്ട് അവരുടെ കൊടികൾ അവിടെ നിന്ന് മാറ്റിക്കൊടുക്കുമ്പോൾ BJP അതിന് സമ്മതിക്കുന്നില്ല. BJP അതിനെ എതിർത്ത് നിൽക്കുകയാണ്. ഇതാണ് നമ്മൾ കാണുന്നൊരു കാഴ്ച. അപ്പോൾ ഇത് വളരെ കയ്യൂക്ക് കാണിക്കുന്നു. ഇതൊക്കെ അംഗീകരിക്കാൻ കഴിയില്ല. VV രാജേഷ്, ഇന്ന് PS ശ്രീധരൻപിള്ളയുടെ ഈ വെല്ലുവിളി തന്നെ ഈ ഭരണഘടനാ സ്ഥാപനങ്ങളോടുള്ള ഒരു വെല്ലുവിളിയാണ്. ഇതാണ് രാഹുൽ ഗാന്ധിയും പ്രിയങ്ക ഗാന്ധിയും പറയുന്നത്. രാജ്യത്തെ ഭരണഘടനാ സ്ഥാപനങ്ങൾക്ക് നേരെ വെല്ലുവിളി ഉയർത്തിയതാണ് മോദിയുടെ ഭരണകാലമെന്ന്. ഇന്ന് PS ശ്രീധരൻപിള്ള പ്രധാനമന്ത്രിയുടെ സാന്നിധ്യത്തിലാണ്. പ്രധാനമന്ത്രി പോലും പറഞ്ഞില്ല ശബരിമല എന്ന വാക്ക്. ഉടനീളം ഞങ്ങൾ ശ്രദ്ധിച്ചു, പ്രധാനമന്ത്രി ശബരിമല എന്നൊരു വാക്കേ പറഞ്ഞില്ല. പക്ഷേ PS ശ്രീധരൻപിള്ള പറയേണ്ടതെല്ലാം പറഞ്ഞു. അരുണെ, ഞാൻ ആദ്യം ഒരു തിരുത്ത് വരുത്തട്ടെ. ഇപ്പോൾ ഹരി പറഞ്ഞല്ലോ എവിടെയോ കൊടി വച്ചു BJP-ക്കാരെടുത്ത് മാറ്റില്ലെന്ന്. ഹരി തികച്ചും ആൾക്കാരെ തെറ്റിദ്ധരിപ്പിക്കുകയാണ്. അവിടെ ആദ്യം തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിച്ച ഉടൻ തന്നെ ആ പ്രദേശത്തുള്ള കൊടിമരം BJP-യാണ് ആദ്യം മാറ്റിയത്. എന്നിട്ട് BJP പരാതി കൊടുത്തതനുസരിച്ചിട്ടാണ് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ വന്ന് ബാക്കിയുള്ള കൊടികൾ മാറ്റിയത് എന്നുള്ളത് ഈ ചർച്ച കേൾക്കുന്ന പ്രേക്ഷകർ തിരിച്ചറിയണമെന്നാണ് എനിക്ക് പറയാനുള്ളത്. അല്ല എങ്കിൽ ഹരി അതിൻ്റെ വിഷ്വൽസോ ഫോട്ടോ എന്തെങ്കിലും കാണിക്കട്ടെ. ഞങ്ങളാണ് ആദ്യം ആ കൊടിമരം പോസ്റ്ററത്ത് മാറ്റിയിട്ട് പരാതി കൊടുത്തത്. ബാക്കിയുള്ളവർ, ഹരി ചിരിക്കുന്നുണ്ടോ, ബാക്കിയുള്ളവർ മാറ്റിയില്ല എന്ന് പറഞ്ഞിട്ട് ഞാൻ ആ വിഷയം അറിഞ്ഞില്ല എന്നാണ് ഹരി ധരിച്ചത്. ഇതാണ് അതവിടെ നിൽക്കട്ടെ. ഹരിക്ക് മനസ്സിലായല്ലോ. ഹരി, ഞാൻ ആ വിഷയം അറിഞ്ഞത് ഞങ്ങളാണ് ആദ്യം മാറ്റി എന്ന് ഞങ്ങൾ പരാതി കൊടുത്തതനുസരിച്ചാണ് വന്ന് നിങ്ങളുടെ ആദ്യം ഞങ്ങളല്ലേ ഹരി മാറ്റിയത്. ഒരാഴ്ച മുമ്പ് ഞങ്ങളല്ലേ മാറ്റി ആദ്യം കൊടിമരം. ഞങ്ങൾ പരാതി കൊടുത്തതിന്റെ കോപ്പിയെ ഇനി അരുൺ പറഞ്ഞ വിഷയത്തിലേക്ക് വരാം. അരുണ്, ശ്രീധരൻപിള്ള വെല്ലുവിളിച്ച് ശ്രീധരൻപിള്ള എന്നുള്ള സ്ക്രോൾ കാണിക്കുന്നത് നിങ്ങളാണ്. ശ്രീധരൻപിള്ള സാർ ആരെയും വെല്ലുവിളിച്ചിട്ടില്ല. അദ്ദേഹം വളരെ വ്യക്തമായിട്ട് അദ്ദേഹം പറഞ്ഞു, ജനവികാരം മനസ്സിലാക്കുന്ന ഒരു നേതാവ് എന്നുള്ള നിലയ്ക്ക് അദ്ദേഹം പറഞ്ഞു ശബരിമല വിഷയം ഇവിടെ ചർച്ച ചെയ്യും. ശബരിമല വിഷയം ചർച്ച ചെയ്യുമ്പോഴേക്കും ആർക്കും തടയാൻ സാധിക്കുകയില്ല. ഒരു 40 മിനിറ്റോ 50 മിനിറ്റോ നീണ്ടു നിൽക്കുന്ന പ്രസംഗത്തിൽ എല്ലാ വാക്കുകളും ഒരേ താളത്തിൽ ഉച്ചരിക്കാൻ പറ്റില്ല. ചില സ്ഥലത്ത് ഹൈ പിച്ചിൽ തന്നെ പ്രസംഗിക്കേണ്ടി വരും. ഒരു ജനതയുടെ വികാരം, ആ പ്രസംഗം കേൾക്കാൻ വന്നിരിക്കുന്ന അണികളുടെ വികാരം, അതൊരു പ്രസംഗിക്കുന്ന ആളിന് കീപ്പ് ചെയ്യേണ്ടതായിട്ടുണ്ട്. ഇനി ശ്രീധരൻപിള്ള, നരേന്ദ്രമോദിജി ഇന്ത്യയിൽ നടത്തുന്ന എല്ലാ പ്രസംഗങ്ങളിലും ശബരിമല തന്നെ പറയണം എന്ന് നിങ്ങൾ വാശി പിടിക്കേണ്ട. അദ്ദേഹം കേരളത്തിൽ വന്നു എന്ന് പറഞ്ഞു, പ്രകടന പത്രികയിൽ പറഞ്ഞു. ഇനി അദ്ദേഹം 18-ാം തീയതി വരുന്നുണ്ടല്ലോ, അതിവിടെ പറയണമെന്ന് തീരുമാനിച്ചാൽ അദ്ദേഹം പറയും. അദ്ദേഹം വേറെ എന്തെല്ലാം വിഷയങ്ങളെന്ന്. അപ്പോൾ ശബരിമല പറഞ്ഞാലും നിങ്ങൾക്ക് കുറ്റം, നരേന്ദ്രമോദി അത് പറഞ്ഞില്ലെങ്കിലും കുറ്റം. ഇപ്പൊ പറഞ്ഞില്ല എന്നാണ്. ഇനി നരേന്ദ്രമോദി ശബരിമല ഞാൻ പറഞ്ഞത് VV രാജേഷ് അതിനെ സമർത്ഥമായി വളച്ചൊടിച്ചു. പറഞ്ഞാലും കുറ്റം, പറഞ്ഞില്ലെങ്കിലും പ്രധാനമന്ത്രി ശബരിമല പറയണം. അത് അതുകൊണ്ടല്ല, ശബരിമലയിൽ താല്പര്യമില്ലാത്തതുകൊണ്ടല്ല, അത് മാതൃകാ പെരുമാറ്റച്ചട്ടം എന്റെ പ്രധാനമന്ത്രി ലംഘിക്കരുത് എന്ന് താല്പര്യമുള്ളത് കൊണ്ടാണ് VV രാജേഷ്. അതിലേക്ക് നമുക്ക് തിരിച്ചു വരാം. ശബരിമല എന്നുള്ള ഒരു വാക്കുപയോഗിച്ച് ശബരിമല എന്നുള്ള ഒരു വാക്ക് ഉപയോഗിച്ചാൽ ഉടൻ തന്നെ പെരുമാറ്റച്ചട്ടം ലംഘനമാകുന്ന അരുണ് എങ്ങനെ ആശങ്കപ്പെടാൻ പറ്റുന്നത്? ഈ ശബരിമല എന്നുള്ള പേര് കേൾക്കുമ്പോഴേക്കും ആനത്തലവട്ടത്തിനും പിണറായിക്കും ഒക്കെ ഉറക്കം വരാത്തത് നമുക്ക് മനസ്സിലാക്കാം. അരുൺ, അതെങ്ങനെ തെരഞ്ഞെടുപ്പ് പെരുമാറ്റച്ചട്ടം ലംഘനമാകുന്നത്? അയ്യനെ വിളിച്ച് വോട്ട് ചോദിക്കുന്നത് കണ്ടിട്ട് പെരുമാറ്റച്ചട്ടം എടുത്തൊന്ന് വായിച്ചു നോക്കിയാൽ മനസ്സിലാവും VV രാജേഷ്. വോട്ട് ചോദിച്ചില്ല, അയ്യനെ വിളിച്ചിട്ട് അയ്യന്റെ പേരിൽ വോട്ട് ചെയ്യണമെന്ന് സുരേഷ് ഗോപി ആവശ്യപ്പെട്ടാരുണ്ട്. കാണിക്കാമോ? കാണിക്കാൻ സാധിക്കില്ല.
അല്ല 24-ന്റെ ഒരു ചർച്ചയിൽ തന്നെ ഞാൻ പറഞ്ഞല്ലോ, ബഹുമാനപ്പെട്ട ആനത്തലവട്ടത്തിൻ്റെ പാർട്ടി ഒരു സർക്കിളിനെയും ഒരു SIയെയും ഉൾപ്പെടെ പോലീസുകാരെ തമിഴ്നാട്ടിൽ വിട്ട് അവിശ്വാസികളായ സ്ത്രീകളെ വീട്ടിൽ നിന്നും കുളിപ്പിച്ചൊരുക്കി ശബരിമലയിൽ കൊണ്ടുവന്ന് വിശ്വാസലംഘനം നടത്തുമ്പോൾ അത് ഞങ്ങൾ പറയണ്ടായിരുന്നേ, അത് ഞങ്ങൾ പറയണ്ടേ? അത് നിങ്ങൾക്ക് പറയും. കഥ മാറി. അയ്യനെ വിളിച്ചു പറയുമ്പോൾ നിങ്ങൾ ദൈവത്തിന്റെ പേര് ഉപയോഗിച്ചു പ്രചരണത്തിൽ. ദൈവത്തിന്റെ പേര് പറഞ്ഞൂടെ? ദൈവത്തിന്റെ പേര് പറഞ്ഞുകൂടെ? ദൈവത്തിന്റെ പേര് പറയുന്നത് കൊണ്ടാണ് KM ഷാജി അയോഗ്യനായത്. തെരഞ്ഞെടുപ്പിൽ ദൈവത്തിന്റെ പേര് ഉപയോഗിച്ചതുകൊണ്ടാണ്. ഷാജി അങ്ങനെയല്ല ഉപയോഗിച്ചത്. ഷാജി അങ്ങനെയല്ല. ഷാജി ഉപയോഗിച്ചത് അതിനെ ദുരുപയോഗപ്പെടുത്തിക്കൊണ്ട് വോട്ട് പിടിക്കാൻ ഉപയോഗിച്ചു. സുരേഷ് ഗോപി പറഞ്ഞത് കേരളത്തിലെ നഗ്നമായ ഒരു ഗവൺമെന്റിന്റെ ഇടപെടലാണ്, തെറ്റായ ഇടപെടലാണ് സുരേഷ് ഗോപി പറഞ്ഞത്. അത് പറയും. ഞാൻ തിരിച്ചു വരാം രാജേഷ്. ആനത്തലവട്ടം ആനന്ദൻ വളരെ പെട്ടെന്നൊരു മറുപടി വേണം. ഞങ്ങൾക്കൊരു ചെറിയ ബ്രേക്കിലേക്ക് കൂടി പോകേണ്ടതുണ്ട്. ശ്രീ ആനത്തലവട്ടം ആനന്ദൻ വളരെ പെട്ടെന്നൊരു മറുപടി കൊടുക്കേണ്ടതുണ്ട്. വി രാജേഷ് ക്യൂക്ക്. ഇല്ല, അങ്ങനെയാണെങ്കിൽ ബ്രേക്ക് കഴിഞ്ഞിട്ട് ഞാൻ സംസാരിക്കാം. അല്ലാതെ ഈ ചർച്ച ഇങ്ങനെ പറ്റില്ല. ഇവർക്ക് പറയാനുള്ള മുഴുവൻ സമയം കഴിഞ്ഞിട്ട് ബ്രേക്കിന്റെ സമയമാകുമ്പോൾ വേണ്ട ബ്രേക്ക് കഴിഞ്ഞിട്ട് സംസാരിക്കാം. കഴിഞ്ഞതിന് ശേഷം നമ്മൾ ആനത്തലവട്ടം ആനന്ദത്തിൽ തുടങ്ങും. ഷോർട്ട് ബ്രേക്ക്. This is 24. Sky Jewelry Friday special programs brought to you by Sky Jewelry. More gold, same money. Sky Jewelry, designed for generations. Warrior silk shirts. Encounter സമർപ്പിക്കുന്നത് Warrior Denim and Casuals, the game changer. പട്ടിന്റെ പകരം വെക്കാനാവാത്ത പ്രൗഢിയുമായി വരുന്നു മഹാറാണി. ഉദ്ഘാടനം ഏപ്രിൽ 13 കാലത്ത് 10 മണിക്ക്. മഹാറാണി സിൽക്സ്, കൽപ്പറ്റ. The all new next generation air conditioners. Amstrad, inspired by passion. എല്ലാരും ഷോൾഡർ ഡൗൺ, ചിൻ പൊടിക്കാം, മനോജിനം റെഡി. വിൻകോസ് മസാലകൾ, കറി പൗഡറുകൾ പതിവാക്കൂ ശുദ്ധമായതിനെ എന്നും. The all new next generation air conditioners. Amstrad, inspired by passion. ശരി മോനെ, അവന് പ്രൊമോഷനായെന്ന്. അപ്പാർട്ട്മെന്റ് വാങ്ങുന്ന കാര്യം നീ ഒന്നുകൂടെ പറ. നേരിട്ട് കാണാതെ ബുക്ക് ചെയ്യണ്ടെന്ന് അവൻ പറയുന്നത്. അവനോട് വീഗാലാൻഡ് ഡെവലപ്പേഴ്സിന്റെ വൈറ്റിലേക്ക് അടുത്തുള്ള കിങ്സ് ഫോർട്ട് നോക്കാമെന്ന് പറ. ഫുള്ളി ഫർണിഷ്ഡ് ഷോ ഫ്ലാറ്റ് കണ്ട് ക്വാളിറ്റിയൊക്കെ ബോധ്യപ്പെട്ട് ബുക്ക് ചെയ്യാം. കേരളത്തിലെ ഏറ്റവും വിശ്വസ്തരായ ബിൽഡറിൽ നിന്നല്ലേ, അപ്പം മൂല്യവും ഉറപ്പ്. വീഗാലാൻഡ് ഡെവലപ്പേഴ്സ്. The all new next generation air conditioners. Amstrad, inspired by passion. എല്ലാരും കൂടെ എപ്പോ എത്തും തിരുവല്ലയില്? എന്തിനാണ് എല്ലാവരും കൂടി തിരുവല്ലയ്ക്ക് വരുന്നത്? എന്റെ അമ്മേ, തിരുവല്ല എന്ന് പറഞ്ഞ മഹാലക്ഷ്മി സിൽക്സ്, അതും 2 മഹാലക്ഷ്മി സിൽക്സ്. പിന്നല്ലാതെ മഹാലക്ഷ്മി ഇല്ലാതെ മലയാളിക്ക് ഒരു ആഘോഷമുണ്ടോ? മലയാളിയുടെ മനസ്സിൽ പതിഞ്ഞ പട്ടിന്റെ ആഘോഷം മഹാലക്ഷ്മി സിൽക്സ്, തിരുവല്ല, മുത്തൂർ, കോട്ടയം. The all new next generation air conditioners. Amstrad, inspired by passion. Mesmerizing wedding collection. Tejaswini by Chungat Jewelry. The all new next generation air conditioners. Amstrad, inspired by passion. കേരളത്തിന് മുഴുവൻ ഒരുപോലെ ശീലമായ ഒരു രസമുണ്ട്, ഈസ്റ്റേൺ രസം. ഇതാണ് മലയാളത്തിന്റെ രസം. ഈസ്റ്റേൺ, നല്ലതിനായി വിശക്കൂ. The all new next generation air conditioners. Amstrad, inspired by passion. Warrior silk shirts. Encounter സമർപ്പിക്കുന്നത് Warrior Denim and Casuals, the game changer. You are watching 24. എൻകൗണ്ടർ അന്വേഷിക്കുന്നത് ചട്ടലംഘനത്തിന്റെ കാലമോ ഈ തെരഞ്ഞെടുപ്പ് കാലം എന്നാണ്. ശ്രീ ആനത്തലവട്ടം ആനന്ദനിലേക്ക് പോകുന്നു. ശ്രീ ആനത്തലവട്ടം ആനന്ദൻ, അങ്ങയിലേക്ക് വരുന്നതിന് മുമ്പ് ഒരു കാര്യം ഞാൻ പറയട്ടെ. നമുക്കിനി 5 മിനിറ്റ് സമയം മാത്രമേ ഇപ്പോൾ ഈ ചർച്ചയിൽ ബാക്കിയുള്ളൂ. അങ്ങയ്ക്ക് 2 മിനിറ്റ് സമയം ഞാൻ ഇടപെടാതെ മറുപടി പറയാൻ നൽകാം. അതിനുശേഷം ബാക്കി 2 അതിഥികളിലേക്ക് ഞാൻ പോകാം. ശ്രീ ആനത്തലവട്ടം ആനന്ദൻ, പ്ലീസ്. അല്ല, അപ്പം അരുൺ, നിങ്ങളാ കാണിച്ചൊരു പക്ഷപാതം കാണിച്ചു എന്നുള്ള കാര്യം എങ്കിലും ഓർത്തിരിക്കണം. മേലിൽ വിളിക്കുമ്പോഴും എത്ര സമയമാണ് ഓരോരുത്തരും കൊടുത്ത് എനിക്ക് പരിമിതിയുള്ളത്. ഇവർ രണ്ടുപേരുമാണ് പെരുമാറ്റച്ചട്ട ലംഘനം നടത്തിയതായിട്ട് ഇന്ന് ചർച്ചയിൽ അതിഥികളായി വന്നത്. അതുകൊണ്ടാണ് കൂടുതൽ സമയം അവർക്ക് കൊടുക്കേണ്ടി വന്നത്. അങ്ങേക്ക് കൂടുതൽ സമയം ഇനി വരുന്ന ചർച്ചകൾ ഞാൻ ഉറപ്പ് നൽകുന്നു. ഇന്ന് അങ്ങ് എന്നോട് സഹകരിക്കണം. അല്ലല്ല, വേണ്ട വേണ്ട
ഇന്നല്ലേ ചർച്ചയിലെല്ലാം മറുപടിയല്ല ഇവർ പറഞ്ഞാൽ എനിക്ക് മറുപടി പറയാൻ സാധിക്കില്ലെങ്കിൽ അവർ പറഞ്ഞതല്ല നിൽക്കുകയുള്ളൂ. രണ്ട് കാര്യങ്ങളെ ചോദിക്കുന്നുള്ളൂ. ഒന്ന്, ഇന്ത്യ ഒരു മതേതര ജനാധിപത്യ റിപ്പബ്ലിക്കാണ്. ഏത് മതത്തിൽ വിശ്വസിക്കാനും വിശ്വസിക്കാതിരിക്കാനുള്ള സ്വാതന്ത്ര്യമുണ്ട്. അങ്ങനെയുള്ളപ്പോൾ ഇന്ത്യ ഹിന്ദു, മുസ്ലിം, ക്രിസ്ത്യൻ, ജൈനൻ, പാർസി, സിഖ് തുടങ്ങിയ എല്ലാ വിഭാഗങ്ങളും ഉള്ളവരാണ്. അവരുടെയൊക്കെ ആരാധനാലയങ്ങൾ വെച്ച് പുലർത്താനും ആരാധന നടത്താനും ഒക്കെ ഉള്ള സ്വാതന്ത്ര്യമുള്ള രാജ്യമാണ് ഇന്ത്യ. എന്തുകൊണ്ടാണ് ഇന്ത്യയിൽ 7/1 വരുന്ന ഇന്ത്യൻ പൗരരിൽ 7/1 വരുന്ന മുസൽമാൻ 14-15 കോടികളുണ്ട്. അവിടെ ആരാധനാലയമായ ബാബർ മസ്ജിദ്, അതും അവരുടെ വിശ്വാസമല്ലേ ആ പള്ളി, അത് തച്ച് തകർത്ത പാർട്ടിയല്ലേ രാജേഷിൻ്റെ പാർട്ടി, വിശ്വാസത്തെ സംരക്ഷിക്കല. എന്നിട്ട് ശ്രീ നരേന്ദ്രമോദിയും രാജേഷും ശ്രീധരൻപിള്ളയും പറയാണ് ഞങ്ങൾ വിശ്വാസികളുടെ കൂടെയാണെന്ന്. മുസ്ലിങ്ങളുടെ വിശ്വാസമല്ലേ? സിഖുകാരുടെ വിശ്വാസമല്ലേ? നിങ്ങളുടെ വിശ്വാസം മാത്രമേ വിശ്വാസമുള്ളൂ, സംഖ്യകളുടെ വിശ്വാസം മാത്രമേ വിശ്വാസമുള്ളൂ. നിങ്ങൾ കാണിച്ചതിന് നിങ്ങളതിന് മറുപടി, അതിന് കൂട്ടുനിന്നവരും മറുപടി പറയണം. നിങ്ങളതിന് തകർത്തതിന് നിങ്ങൾ വിശ്വാസികളുടെ കൂടെയാണോ അതല്ല അവിശ്വാസികളുടെ കൂടെയാണോ എന്നുള്ളതിനുള്ള ചോദ്യത്തിനുള്ള മറുപടിയാണ് വേണ്ടത്. രണ്ടാമത്തെ കാര്യം, ശബരിമല അയ്യപ്പൻ്റെ കാര്യം നിങ്ങളെടുത്ത് പറയും ഞങ്ങൾക്കെന്തോ പേടിയുണ്ടെന്ന്. ഞങ്ങൾക്ക് ഒരു പേടിയുമില്ല. തമിഴ്നാട്ടിൽ ആരെയും പോയി കുളിപ്പിച്ചുകൊണ്ട് വരുന്ന ജോലിയൊന്നും ഈ ഗവൺമെൻറ് ചെയ്തിട്ടില്ല. പച്ച കള്ളം പറഞ്ഞ ആളുകളെ കൺഫ്യൂസ് ചെയ്യിക്കുകയാണ്. ശബരിമല സുപ്രീം കോടതിയുടെ വിധിയാണ്. നിങ്ങളാണ് പോയി ആ വിധി വാങ്ങിച്ചിട്ട് വന്നത്, യാചിച്ച് വാങ്ങിച്ചതാണ് RSSകാർ. ആ വിധി നടപ്പാക്കാൻ ഭരണഘടന നിയമവ്യവസ്ഥ അംഗീകരിക്കുന്ന ശ്രീധരൻപിള്ളയാണ് ഇവിടെ മുഖ്യമന്ത്രിയെങ്കിലും നടപ്പാക്കണം. ശ്രീധരൻപിള്ള അതിനെ ആദ്യം സ്വാഗതം ചെയ്ത ആളാണ്. കോൺഗ്രസ്സാണ് മുഖ്യമന്ത്രിയെങ്കിലും നടപ്പാക്കണം. പിണറായി വിജയനും ഇവിടുത്തെ മുഖ്യമന്ത്രിയായിരുന്നു. ആ സുപ്രീം കോടതി വിധി നടപ്പാക്കാൻ നടപടി സ്വീകരിച്ചു. അദ്ദേഹം ആ നടപടി സ്വീകരിച്ചതിൻ്റെ ഫലമായിട്ടാണ് ശബരിമലയും ആ ബാബർ പള്ളിയും എല്ലാം ഇന്നും അവിടെ നിൽക്കുന്നത്. ഇല്ലെങ്കിൽ നിങ്ങളതിനെ തകർത്തതേ. സ്റ്റേണായ നടപടി സ്വീകരിക്കാൻ കഴിഞ്ഞതിൻ്റെ ഫലമായി വരുന്ന ഭക്തജനങ്ങൾക്ക് സുരക്ഷിതത്വം കൊടുത്തു. അവരെ ആക്രമിച്ചവർ നിങ്ങളാണ്, കല്ലെറിഞ്ഞവർ നിങ്ങളാണ്, വെച്ചിച്ചിന്തിയത് നിങ്ങളാണ്. ആ ഭക്തജനങ്ങൾക്ക് സംരക്ഷണം കൊടുത്തത് പിണറായി വിജയനാണ്. അവിടെ നിങ്ങൾ പറഞ്ഞ ഒരു കാര്യം നടപ്പായി. എന്ത് കാര്യം? കാണിക്കയിടരുതെന്ന് പറഞ്ഞു. അമ്പലങ്ങളിൽ കാണിക്കയിടരുതെന്ന് പറയുന്ന വിശ്വാസികളുടെ പണിയാ? അത് അവിശ്വാസികളും വേണ്ടേ പറയാൻ? നിങ്ങൾ കാണിക്കേണ്ടതെന്ന് പറഞ്ഞു. ഈ ശബരിമലയ്ക്ക് മണ്ഡലവിളക്കിനും മകരവിളക്കിനും ശബരിമലയിൽ 100 കോടി രൂപ നിങ്ങളുടെ പ്രചരണത്തിൻ്റെ ഫലമായി വരുമാനം കുറഞ്ഞു. അതിനുവേണ്ടി 100 കോടി രൂപ ഈ ഗവൺമെൻറ് സാമ്പത്തിക ബുദ്ധിമുട്ടുള്ളപ്പോൾ പോലും ശബരിമലയ്ക്ക് ദേവസ്വം ബോർഡിന് കൊടുത്ത പിണറായി വിജയനും ഈ ഗവൺമെൻറ്റും അവിശ്വാസി. കാശിടരുതെന്ന് പറഞ്ഞ് അയ്യപ്പൻ വിളക്കെത്തിക്കാനുള്ള എണ്ണ വാങ്ങാനും തിരി വാങ്ങാനും കാശില്ലാതാക്കി, അവിടെ നിൽക്കുന്നവന് ശമ്പളം കൊടുക്കാനില്ലാതാക്കിയ ആ നിങ്ങളെല്ലാം വിശ്വാസികളാണ്. ശബരിമല വിഷയം എടുത്തുകൊണ്ടാണ്ട് ഒരു സർവേ ഇപ്പം നടത്തി മാതൃഭൂമി പുറത്തു കൊണ്ടുവന്ന് അതിൽ നിന്ന് ഹിന്ദുക്കളാണ് 80% ആ സർവേയിൽ പങ്കെടുത്തവർ. അവരുടെ അഭിപ്രായം എന്താ? ശബരിമല വിഷയത്തിൽ അവർ പറഞ്ഞിരിക്കുന്നത് ഏതാണ്ട് ഗവൺമെൻറ് പ്രവർത്തനത്തിൽ 46% അനുകൂലം, ശബരിമല വിഷയത്തിൽ അവരുടെ ആണെങ്കിലോ 47% അനുകൂലം. ആ ഹിന്ദുക്കൾ തന്നെ ഗവൺമെൻറ് സ്വീകരിച്ച നടപടി ആ നടപടിയോട് കൂടെയാണ്, അതിൽ കുറവാണ്. എന്നിട്ട് സർവേ റിപ്പോർട്ട് പറഞ്ഞുകൊണ്ട് ഇവിടെ തിരുവനന്തപുരത്ത് BJP ജയിക്കും, രണ്ടാമത് കോൺഗ്രസ് വരും, മൂന്നാമത് ഇടതുപക്ഷ മുന്നണി വരും. അതിൽ ആട്ടുംകുട്ടിയുടെയും ചെന്നായിയുടെയും ന്യായമാണ്. എന്താണ്? താഴെ നിന്ന് ആട്ടുംകുട്ടിയോട് ചെന്നായി വന്ന് പറയാണ് നീയാണ് വെള്ളം കലക്കി. അപ്പോൾ അവൻ പറഞ്ഞു ഞാൻ താഴെയാണ്ടോ നിന്ന് മുകളിൽ നിന്ന് കലക്കിയിട്ടല്ലേ ഇവിടെ വന്നിരിക്കുന്നത്, അപ്പം നീ അല്ലെങ്കിൽ നിൻ്റെ തന്ത എന്ന് പറഞ്ഞ ന്യായമാണ് ആ സർവേ റിപ്പോർട്ടിൽ വന്ന്, മാതൃഭൂമിയുടെ സർവേ റിപ്പോർട്ടിൽ വന്ന്. ആളുകളെല്ലാം പറയുന്നത് ശബരിമല വിഷയത്തിൽ ഹിന്ദുക്കൾ തന്നെ പറഞ്ഞിരിക്കുന്നു ഗവൺമെൻറ് എടുത്ത നടപടിയാണ് ശരി. പ്രളയാനന്തര ദുരിതാശ്വാസത്തിൽ ഗവൺമെൻറ് എടുത്ത നടപടി ശരി. ഗവൺമെൻറ്റിൻ്റെ പെർഫോമൻസിൽ, മുഖ്യമന്ത്രിയുടെ പെർഫോമൻസിൽ 47% ആളുകളും പറയുന്നു അതാണ് ശരി. ഇതാണല്ലേ ഈ കേരളത്തിൻ്റെ സ്ഥിതി. അങ്ങനെ ഉള്ളപ്പോൾ നിങ്ങൾ ഈ ശബരിമല എന്ന് പറഞ്ഞു നടന്നാൽ ഒന്നും വിൽക്കാൻ പോണില്ല. ആവശ്യമായി 739 കോടി രൂപ ശബരിമലയ്ക്ക് വേണ്ടി ഇപ്പോഴും നീക്കി വെച്ച ഗവൺമെന്റാണ് ഈ ഗവൺമെന്റ്. നിങ്ങൾ എന്ത് പറഞ്ഞിട്ടാണ് ശബരിമല വോട്ട് പിടിക്കുക? അവിടെ പോയി കല്ലെറിഞ്ഞ. രാജേഷ്, എനിക്ക് താങ്കൾ ഒരു സഹായം ചെയ്തു തരണം. 1 മിനിറ്റ് കൊണ്ട് താങ്കൾ മറുപടി പറയണം. എനിക്കറിയാം അത് സാധിക്കില്ല എന്നറിയാം, പക്ഷെ നമുക്ക് സമയത്തിൻ്റെ ഒരു പരിമിതിയുണ്ട്. പ്ലീസ്. അല്ല അരുൺ, എനിക്ക് 1 മിനിറ്റ് മതി. ബഹുമാനപ്പെട്ട ആനത്തലോട്ടം അദ്ദേഹം സീനിയറാണ്, അദ്ദേഹം കേരളം ഭരിക്കുന്ന പാർട്ടിയുടെ നേതാവാണ്. അദ്ദേഹത്തിന് ഇത്രയും സമയം കൊടുത്തതിൽ ഞാൻ സന്തോഷവാൻ കൂടിയാണ്. അതിൽ കുറഞ്ഞുള്ള സമയം മാത്രം എനിക്ക് മതി, കാരണം ഞാൻ പറയാനുള്ള ഒരുപാട് കാര്യങ്ങൾ പറഞ്ഞു കഴിഞ്ഞു. ഞാൻ രണ്ട് കാര്യങ്ങളെ പറയുന്നുള്ളൂ. ഒന്ന്, ബഹുമാനപ്പെട്ട ആനത്തലോട്ടം പറഞ്ഞു, അയോധ്യ വിഷയം പറഞ്ഞു. ഞാൻ അരുണിൻ്റെ വാട്സാപ്പിൽ ഇന്ന് രാത്രി ഒന്നാണ്, ഇപ്പോൾ ഞാൻ ഫോണിൽ നോക്കിയത് കണ്ടില്ല, ബാബറി മസ്ജിദ് പൊളിച്ചു നീക്കി അയോധ്യ പ്രശ്നം പരിഹരിക്കണമെന്ന് ബഹുമാനപ്പെട്ട EM ശങ്കരൻ നമ്പൂതിരിപ്പാട് പറഞ്ഞ വാർത്ത
മാതൃഭൂമിയിലും മനോരമയിലും പ്രിന്റ് ചെയ്ത് വന്നതിന്റെ കോപ്പി ഞാൻ ഞാൻ EMSന്റെ സ്റ്റേറ്റ്മെന്റ് തരാം. ഞാൻ ആ പത്രവാർത്ത തരാം. ബഹുമാനപ്പെട്ട ആനന്ദനോട് ഞാൻ ആ പത്രവാർത്ത എത്തിച്ചേരാം. എനിക്ക് ആ കോൺഫിഡൻസിനോട് ഞാൻ തരുന്നത്. എന്റെ ഇറ്റ് ഈസ് വിത്ത് മീ, എന്റെ കയ്യിലുണ്ട്. ഇനി വേറൊന്ന് പണിയല്ലേ സർക്കാരിന്റെ എന്ന് പറഞ്ഞു. ഞാൻ പറയട്ടെ, ജനങ്ങൾ വിശ്വസിക്കും. അങ്ങ് എതിർത്തോളൂ. അരുൺ രണ്ടാമത്തെ പോയിന്റ് പറയട്ടെ. ആനത്തലോട്ടം പറഞ്ഞു അവിശ്വാസികളെ കുളിപ്പിച്ചു കൊണ്ടുവരുന്നല്ലേ സർക്കാരിന്റെ പണിയെന്ന്. അരുണിന്റെ മുമ്പ് വെച്ചത് പറഞ്ഞതിൽ എനിക്ക് വളരെ സന്തോഷമുണ്ട്. അരുൺ ഉൾപ്പെടെ ക്യാമറയും കൊണ്ട് തമിഴ്നാട്ടിൽ പോയതാണ് മനീതി സംഘത്തെ സ്വീകരിക്കാൻ വേണ്ടി. പിണറായി വിജയന്റെ കീഴിലുള്ള വിട്ടുകൊടുത്തു കേരള ഗവൺമെന്റ്. അല്ല, അരുൺ റെക്കോർഡ് ചെയ്യാൻ പോയി. അരുൺ മാധ്യമം എന്നുള്ളവർക്ക് റിപ്പോർട്ട് ചെയ്യാൻ പോയി. അരുണിന് പറയാമോ കേരള പോലീസ് 2 ഉദ്യോഗസ്ഥന്മാർ ഈ മനീതികളെ സ്വീകരിക്കാൻ വേണ്ടി തമിഴ്നാട്ടിൽ പോയില്ല എന്ന്? അരുൺ പറയൂ. ഉണ്ട്, പോയിട്ടുണ്ട്. ഞാൻ അങ്ങനെ തന്നെ പറയും. ആളെയും കൊണ്ട് പോയിട്ടില്ല. യെസ്, വിഷയമാണ് അത്. നമുക്ക് എന്തായാലും ഇനി അതിലേക്ക് പോകാൻ സമയമില്ലാത്തത് മാത്രം. നിലവിൽ ഇതേ മാതൃക തന്നെ ഇനി വരും ദിവസങ്ങളിലും UDF-ന്റെ സ്ഥാനാർത്ഥികൾ പിന്തുടരുമെന്ന് കരുതേണ്ടതുണ്ടോ, അതല്ല പാടില്ല എന്ന് കോൺഗ്രസ് നേതാവായ താങ്കൾ അവരോട് ഈ ഘട്ടത്തിലെങ്കിലും പറയുമോ? 1/2 മിനിറ്റ്. തീർച്ചയായും ഡോക്ടർ അരുൺ, ഞാൻ അത് തന്നെ പറയും. കാരണം ഈ രാജ്യത്തെ ഭരണഘടനയും അതിൻ്റെ മാനങ്ങളെയും ഒക്കെ തന്നെ അംഗീകരിക്കുകയും അതിനെയൊക്കെ വിശ്വസിക്കുകയും അതൊക്കെ നടപ്പാക്കാൻ ശ്രമിക്കുകയും ചെയ്യുന്ന പാർട്ടിയാണ് കോൺഗ്രസ്. അതുകൊണ്ട് ഞങ്ങളുടെ സ്ഥാനാർത്ഥികളോട് അഭ്യർത്ഥിക്കുകയാണ്, അത്തരത്തിലുള്ള ചട്ടലംഘനങ്ങളുമായി ഉണ്ടെങ്കിൽ, നേരത്തെ പറഞ്ഞ പോലെ സ്വാഭാവികമായിട്ട് ഇത്തരത്തിലുള്ള ചില സമ്മർദ്ദങ്ങൾ വരുമ്പോൾ ഉണ്ടായിപ്പോകുന്നതാണ്. അതൊരിക്കലും കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം ഭൂഷണമല്ല എന്നുള്ളതാണ് എന്നെ സംബന്ധിച്ചിടത്തോളം എൻ്റെ വ്യക്തിപരമായിട്ടുള്ള അഭിപ്രായം. അങ്ങനെയുള്ള സാഹചര്യങ്ങളില്ലാതെ തന്നെ നൂറുകണക്കിന് വിഷയങ്ങൾ നമ്മുടെ മുമ്പിലുണ്ട്. BJP-ക്കെതിരെയും CPM-നെതിരെയും രാഷ്ട്രീയം പറയാൻ തന്നെ ഒരുപാട് വിഷയങ്ങൾ നമ്മളെ സംബന്ധിച്ചിടത്തോളം ഉണ്ട്. രാഷ്ട്രീയം തന്നെ പറയട്ടെ തിരഞ്ഞെടുപ്പിൽ. കാരണം രാഷ്ട്രീയം തന്നെയാകണം ഏതു തെരഞ്ഞെടുപ്പിന്റെയും ഉൾക്കരുത്തും കാമ്പുമായി തീരേണ്ടത്. എൻകൗണ്ടർ അവസാനിക്കുന്നു. നന്ദി, നമസ്കാരം. You are watching 24 from News Headquarters, Kochi.